ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ അവർക്ക് സാഹിത്യരംഗത്തിൽ വാസനയുണ്ടാക്കാനും ദീനീ പ്രബോധന പ്രചരണ പ്രവർത്തനം പരിചയപ്പെടാനും ഒരു വേദിയായി സംഘടിപ്പിക്കപ്പെട്ട അഷ്അരിയ ശരീഅത്ത് കോളേജ് സാഹിത്യ സമാജം ദർസിന്റെ ഒരു വാർഷിക പരിപാടിയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മജ്ലിസുമായി സംഘടിപ്പിക്കപ്പെട്ടതാണ് ഈ അനുഗ്രഹീതമായ സദസ്സ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും നമ്മുടെ ഈ ദർസും നമ്മുടെ അഷ്അരിയ സ്ഥാപനവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിൽ അല്ലാഹു തആല ചെയ്ത നിഅമത്ത്, അത് ശാരീരികമാകട്ടെ സാമ്പത്തികമാകട്ടെ മാനസികമാകട്ടെ, അല്ലാഹു ചെയ്ത അനുഗ്രഹം, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരും ഉപയോഗപ്പെടുത്തുന്നവരും ആരാണോ അവർക്കെല്ലാം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാണ്. നമ്മുടെ ഏത് സദസ്സിലും ഞാൻ എറണാകുളത്ത് വരുന്ന കാലം മുതലേ എല്ലാ സദസ്സിലും
നിറഞ്ഞു നിൽക്കാറുള്ള നമ്മുടെ എയർലൈൻസ് ഹാജിയാർ നല്ല സുഖം ഇല്ല എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. രോഗികളായ പലരും നമ്മുടെ സദസ്സിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലും വീടുകളിലും ഉണ്ട്. നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്ന് പലരും രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അർഹമുർ റഹീമിനായ റബ്ബ് നമുക്കും അവർക്കുമെല്ലാം പരിപൂർണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ നേതാക്കൾക്കും ദീനീ പ്രവർത്തകർക്കുമെല്ലാം അല്ലാഹു തആല ദീനിന്റെ ഖിദ്മത്തിൽ ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇവിടെ നോട്ടീസിൽ കാണിച്ചിട്ടുള്ളത് ആത്മീയ പ്രഭാഷണം എന്നാണ്. ആത്മീയ പ്രഭാഷണം നടത്താൻ ഞാൻ ആളല്ല, അതിന് എനിക്ക് അർഹതയും ഇല്ല. അതേസമയം ആത്മീയ ചിന്തയുള്ള ധാരാളം സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും നമ്മുടെ മുൻഗാമികളായി നമുക്ക് ആത്മീയോപദേശം നൽകിയവർ ഉണ്ട്. ആ മഹാന്മാർ അവരുടെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളിൽ നൽകിയ ഉപദേശങ്ങൾ, അവർക്ക് ആ ഉപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, ആത്മീയ ചൈതന്യമുള്ള മഹാന്മാരുടെ ചരിത്ര സംഭവങ്ങൾ, അത് അറിയാവുന്നതിൽ നിന്ന് ഒരൽപ്പം എടുത്തുദ്ധരിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു നിങ്ങളെ കൂട്ടത്തിൽ എത്രയോ വലിയ വലിയ മഹാന്മാരെയും ആത്മീയ ചൈതന്യമുള്ളവരെയും സദസ്സിലും സ്റ്റേജിലും അല്ലാഹു വെച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നവരല്ല ഈ വിനീതനായ ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയുന്നത് എന്നെക്കുറിച്ച് മാത്രമാണ്. ഞാൻ ഒരാത്മീയ പ്രഭാഷണം നടത്തി മറ്റുള്ളവരെ ആത്മീയമായ ചൈതന്യമുള്ളവരാക്കി തീർക്കാനുള്ള കൽപ്പും അറിവും കഴിവും എനിക്കില്ല എന്നത് എനിക്ക് ബോധ്യമുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിലും നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരുടെ ജീവിതത്തിലും നമ്മോട് കൂടി ദീനീ പ്രവർത്തനം നടത്തുന്നവരുടെ ജീവിതത്തിലും അല്ലാഹു പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വല്ലപ്പോഴും സംഭവിച്ചു പോയെങ്കിൽ അവൻ സാധുവായി എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മാപ്പ് നൽകുകയും ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മനുഷ്യന് ശരീരം, ആത്മാവ്, ഇങ്ങനെ രണ്ട് ഘടകം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരീരമാകുന്ന ബോഡിയെ നിയന്ത്രിക്കുന്നത് ആത്മാവാകുന്ന ഡ്രൈവറാണ്. ശരീരത്തിന് പ്രായം ജന്മം മുതൽക്ക് നാം കണക്കുകൂട്ടുന്നതാണെങ്കിൽ ആത്മാവിന്റെ പ്രായം അതിനേക്കാളെല്ലാം എത്രയോ കൂടുതൽ ആണ്. ശരീരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം മാതാവിന്റെ വയറ്റിൽ 4 മാസത്തോളം നടന്നപ്പോഴാണ് ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ആത്മാവിനെ അള്ളാഹുവിന്റെ മലക്കുകൾ കൊണ്ടുവന്ന് ആ ബോഡിയിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അത് അത്ഭുതകരമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഏത് മനുഷ്യനും അള്ളാഹുവിലേക്ക് അവന്റെ ഹൃദയം നീങ്ങുകയും എപ്പോഴും അവൻ അള്ളാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോവുകയും ചെയ്യും. അള്ളാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മഹത്വത്തെ, അവന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ ഒരു ചുരുക്കസാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം.
പല സ്ഥലത്തും സുബ്ഹാന എന്ന വാചകം അല്ലാഹു തആല എടുത്തു പറഞ്ഞത് കാണാം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ വളരെ ബൃഹത്തായ ഒരു സൂറത്താണ്. ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ 10 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കുമാറ് അല്ലാഹു തആല മഹത്വം കൊടുത്തിട്ടുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. തുടക്കം തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ യാസീൻ. യാസീൻ എന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചതാണ് എന്ന് പറഞ്ഞ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉണ്ട്. യാസീൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരുമാണ്. ഇരിക്കട്ടെ, വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം എന്ന് സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാജനാണ്, വ്യാജ നബിയാണ് എന്ന് വാദിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് മറുപടി പറയുന്നതാണ് സൂറത്ത് യാസീനിന്റെ തുടക്കം. വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. നിശ്ചയമായും താങ്കൾ ഒരിക്കലും തന്നെ വ്യാജനല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ചിട്ടുള്ള മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയെ, തീർച്ചയായും അവിടുന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ് സൂറത്ത് യാസീനിന്റെ തുടക്കം. അലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങനെ തങ്ങളെ സംബന്ധിച്ച് ആരും ധരിക്കേണ്ടതോ പറയേണ്ടതോ ചിന്തിക്കേണ്ടതോ ആയ യാതൊരു സാഹചര്യവും വാസ്തവത്തിൽ ഇല്ല. കാരണം ഓ നബിയെ, തങ്ങൾ നേർക്ക് നേരെയുള്ള മാർഗത്തിന്മേലാണ് തങ്ങൾ ഉള്ളത്. പിന്നെ എന്തിനാണ് തങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം? എന്തിനാണ് അങ്ങയെ കേൾക്കേണ്ട ആവശ്യം? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഈ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരെ നന്നാകാത്ത ഒരു വിഭാഗത്തെ പരാമർശിച്ചിട്ടുണ്ട്. ഫഹും ലാ യുബ്സിറൂൻ. കാണേണ്ടത് കാണാനും ചിന്തിക്കേണ്ടത് ചിന്തിക്കാനും കഴിയാത്ത, സത്യത്തിന്റെയും അസത്യത്തിന്റെയും സത്യത്തിന്റെയും അവരുടെയും ഇടയിൽ മറയിട്ടു പോയ ഒരു വിഭാഗം. അങ്ങനെ ഒരു വിഭാഗത്തെ അല്ലാഹു പരാമർശിക്കുന്നു. എന്നാൽ ആ സൂറത്ത് യാസീനിൽ പ്രബോധന പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചും അവർക്കുണ്ടാകുന്ന വിഷമങ്ങളെ സംബന്ധിച്ചും ഖുർആൻ എടുത്തു പറയുന്നു. അർസൽനാ ഇലൈഹിം മുസ്ലിമീൻ. രണ്ടാളുകളെ നിയോഗിച്ചയച്ചു. അവർ പ്രബോധന പ്രവർത്തനം നടത്തിയപ്പോൾ അവരെ ശത്രുക്കൾ ജയിലിലടച്ചു. ഫഅസ്സസ്നാഹും ബിസാലിഹിൻ. മൂന്നാമത്തെ ഒരാളെ കൊണ്ട് അദ്ദേഹത്തിന് ശക്തി പകർന്നു, അവർക്ക് ശക്തി പകർന്നു. കൂട്ടായ്മയോടുകൂടി യോജിപ്പോടുകൂടി കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനാൽ പ്രവർത്തനത്തിന് ശക്തിയുണ്ടാകുമെന്നും അങ്ങനെയാണ് പ്രവർത്തനത്തിന് ശക്തി നേടിയെടുക്കേണ്ടതെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കൂട്ടായ്മയോടുകൂടെയുള്ള പ്രവർത്തനം ഇരിക്കട്ടെ, വളരെ ഹിക്മത്തോടുകൂടിയും വളരെ നയപരമായും പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അല്ലാഹു തആല പറയുന്നു. എന്നാൽ ശത്രുക്കളിൽ നിന്ന് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഏറുകൊണ്ട് മരണപ്പെട്ടുപോയ ഒരു പ്രബോധന പ്രവർത്തകനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, ആ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ എറിഞ്ഞുകൊന്നു കളഞ്ഞു. വ്യക്തമായ തെളിവുകളും രേഖകളും എല്ലാം ശത്രുക്കളുടെ മുമ്പിൽ ആ പ്രബോധകന്മാർ നിരത്തിവെച്ചിരുന്നു. പല അത്ഭുതങ്ങളും അവർ കാണിച്ചു കൊടുത്തിരുന്നു. മരിച്ചവരെ ഹയാത്താക്കിയിട്ട് പോലും അവർ അവിടെ
തെളിവുകൾ നിരത്തി കാണിച്ചു കൊടുത്തിരുന്നു. ഇതൊക്കെ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു. അപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. സൂറത്ത് യാസീൻ 7 ദിവസം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്നായി അതിന്റെ CD ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വാങ്ങി കേൾക്കാം. സുഹൃത്തുക്കളെ, ആ സൂറത്ത് യാസീൻ നമ്മെ പഠിപ്പിച്ച ഒരു തത്വമുണ്ട്. ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറനി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ശത്രുക്കൾ എറിഞ്ഞു കൊന്നുകളഞ്ഞപ്പോൾ ആ എറിഞ്ഞു കൊന്നുകളഞ്ഞ ശത്രുക്കളോട് മരണത്തിന്റെ ശേഷം പോലും ഒരു വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ വെക്കാത്ത നിഷ്കളങ്കനായ ഒരു ദീനീ പ്രവർത്തകൻ, ഒരു ദീനീ പ്രബോധകൻ, അതാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഖീല ദുഖുലിൽ ജന്ന. ശത്രുക്കൾ അദ്ദേഹത്തെ എറിഞ്ഞു കൊന്നുകളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചു. ഖീല ദുഖുലിൽ ജന്ന. ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറനി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എറിഞ്ഞു കൊന്നുകളഞ്ഞ സമൂഹത്തോട് മരണത്തിന് ശേഷവും ഒരിക്കലും ശത്രുത തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ സഹതാപം തോന്നുകയാണ്. എനിക്ക് അല്ലാഹു തആല സ്വർഗം തന്നു, എന്റെ ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ എന്നെ നിഷേധിച്ച് അവരെന്നെ എറിഞ്ഞു കൊന്നുകളഞ്ഞു. ആ കക്ഷികൾ ഇനിയെങ്കിലും അല്ലാഹു തആല എനിക്ക് മാപ്പ് തന്ന വിവരവും, എനിക്ക് അല്ലാഹു തആല കറാമത്ത് തന്ന വിവരവും, എന്നെ അല്ലാഹു ആദരിച്ച വിവരവും, എന്നെ അല്ലാഹു സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞ വിവരവും അവരറിഞ്ഞ് ഇനിയെങ്കിലും അവർ നന്നായെങ്കിൽ തരക്കേടില്ലായിരുന്നു എന്ന് മരണശേഷവും കൂടി ജീവിച്ചിരിക്കുന്ന സമയത്തും മരണത്തിന് ശേഷവും എന്റെ സമുദായം നന്നായി കാണേണ്ടിയിരുന്നു എന്ന് ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ ദീനീ പ്രബോധന പ്രവർത്തനവും നയവും വിശാലമായ മനസ്സും സൂറത്ത് യാസീൻ നമ്മെ പഠിപ്പിക്കുന്നു. ആ സൂറത്ത് യാസീൻ ഏകനായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും അടിക്കടി സൂചിപ്പിക്കുന്നു. അതിൽ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ധാരാളം ഇനങ്ങളാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച റബ്ബ് പരിശുദ്ധനാണ്. മിമ്മാ തുൻബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്ന വസ്തുക്കൾ, അതൊക്കെ ധാരാളം ഇനങ്ങളാണ്. വമിൻ അൻഫുസിഹിം, അവരെ ശരീരത്തിനാലുള്ളതും അവരെ ശരീരത്തിൽ നിന്നുള്ളതും എല്ലാം ഇനങ്ങളാണ്. വമിമ്മാ ലാ യഅലമൂൻ, അവർക്കറിയാത്ത പലതും, അല്ലാഹു സൃഷ്ടിച്ചതും സൃഷ്ടിക്കുന്നതും ഒക്കെ ധാരാളം ഇനങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വാചകം? കാപ്പി കൃഷി ചെയ്യുന്നവർക്കറിയാം കാപ്പി എത്ര ഇനങ്ങളാണ്. തെങ്ങ് കൃഷി ചെയ്യുന്നവർക്കറിയാം തെങ്ങ് എത്ര ഇനങ്ങളാണ്, തേങ്ങ എത്ര ഇനങ്ങളാണ്. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നവർക്കറിയാം നെല്ല് എത്ര ഇനങ്ങളാണ്, ഗോതമ്പ് എത്ര ഇനങ്ങളാണ്, കാരക്ക, ഈത്തപ്പഴം എത്ര ഇനങ്ങളാണ്, മുന്തിരിങ്ങ എത്ര ഇനങ്ങളാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഏത് സസ്യങ്ങൾ എടുത്താലും ഏത് കൃഷികൾ എടുത്താലും എത്ര ഇനങ്ങളാണ് അതുള്ളത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എത്ര ആളുകളാണ് ഈ സദസ്സിൽ പങ്കെടുത്തത്? ഓരോരുത്തരുടെയും മുഖം വെവ്വേറെയാണ്, ഓരോരുത്തരുടെയും സ്വഭാവം വെവ്വേറെയാണ്, ഓരോരുത്തരുടെയും ബുദ്ധി വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും ശൈലി വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും സൗണ്ട് വ്യത്യസ്തമാണ്, സംസ്കാരം, ജീവിത രീതി, ഏത് വിഷയമെടുത്ത് നോക്കിയാലും ഇനങ്ങളാണ്. സ്വന്തം ഒരു ബാപ്പക്കും ഉമ്മക്കും 12 മക്കൾ ജനിച്ചപ്പോൾ
ആ 12 മക്കളുടെയും മുഖം വെവ്വേറെയാണ്. പരസ്പരം തിരിച്ചറിയാത്ത ഒരു കുട്ടിയും ഇല്ല. ചിലർ പറയാറുണ്ട് ഇരട്ട വെച്ചത് കൊണ്ട് കണ്ടാൽ അറിയുന്നില്ല. നമുക്കറിയുന്നില്ല എന്നേ ഉള്ളൂ, ഭാര്യമാർക്ക് അറിയുന്നുണ്ട്. അല്ലെങ്കിൽ ഭാര്യയ്ക്കും തിരിച്ചറിയുന്നില്ലേ, കുടുങ്ങിപ്പോകില്ലേ? അപ്പൊ നമ്മൾ കൂടുതൽ നോക്കാത്തത് കൊണ്ടും കാണാത്തത് കൊണ്ടും പരിചയപ്പെടാത്തതുകൊണ്ടും നമുക്കും കഴിയുന്നില്ല എന്നേ ഉള്ളൂ. വിഷയങ്ങൾ വ്യത്യാസമാണ് അല്ലേ? കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. 100-700 കോടി ജനങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മരിച്ചുപോയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇനിയും ഇവിടെ ഉണ്ടാകാൻ പോകുന്നുമുണ്ട്. പക്ഷേ ലോകത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ഒരൊറ്റ മനുഷ്യനും വേറൊരു മനുഷ്യനെ പോലെയില്ല. എല്ലാവരും വ്യത്യസ്തമാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം. അല്ലേ? 1000 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് എറണാകുളത്ത്, ആ ബിൽഡിംഗ് മറ്റൊരാൾക്ക് അദ്ദേഹം വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിരലടയാളം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ്സിൽ വെച്ചുകൊടുത്തു, ആധാരത്തിൽ വെച്ചുകൊടുത്തു. എന്താണ് അറിയിക്കുന്നത്? ലോകത്ത് അതുപോലൊരു വിരലടയാളം മുമ്പാർക്കും ഉണ്ടായിട്ടില്ല, ഇനി ആർക്കും അങ്ങനെ ഒരു വിരലുണ്ടാകാൻ പോകുന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഈ വിരലടയാളം കൊണ്ട് എന്താ കാര്യം? നിങ്ങളെ പറമ്പും വിറ്റ് നിങ്ങളെ സ്വത്തും വിറ്റ് ഞാൻ പോകൂലേ? അപ്പൊ ഓരോ മനുഷ്യന്റെയും വിരലുകൾ വ്യത്യസ്തമാണ്, കണ്ണുകൾ വ്യത്യസ്തമാണ്. വിദേശ രാജ്യങ്ങളിൽ പോയവർക്കറിയാം, മനുഷ്യന്റെ കണ്ണ് സ്കാൻ ചെയ്ത് അവിടെ എടുത്തു വെച്ചിരിക്കുന്നു പലരുടെയും. കാരണം ഇക്കണ്ണും കൊണ്ട് എനിക്ക് വരണ്ടെന്ന് വെച്ചിട്ട്. സൂറത്ത് യാസീൻ അവസാനവും പറഞ്ഞതെന്താണ്? സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ വഇലൈഹി തുർജഊൻ. അല്ലേ? മനുഷ്യന്റെ ചിന്തക്കുറവിനെ സംബന്ധിച്ച് ഖുർആൻ സൂചിപ്പിച്ചു. അഹങ്കാരിയായ മനുഷ്യൻ, ആ മനുഷ്യൻ എന്തും ചോദ്യം ചെയ്യാൻ ഇറങ്ങുകയാണ്. പക്ഷേ ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ ആലോചിക്കുന്നില്ല അവന്റെ ദൗർബല്യത്തെ സംബന്ധിച്ച്. അവന്റെ ഭൂതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും അവൻ ആലോചിക്കുന്നില്ല. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅ്ലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. മനുഷ്യൻ അറിയുന്നില്ലേ, കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, നോക്കുന്നില്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, അവനെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് നുത്ഫത്തിൽ നിന്നാണ്, ബീജത്തിൽ നിന്നാണ്. ഫൈദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ട് അവനതാ വ്യക്തമായ തർക്കക്കാരനായി, വാദക്കാരനായി രംഗത്ത് വരികയാണ്. അവനെ നമ്മൾ പടച്ചത് ബീജത്തിൽ നിന്നാണ്. എന്ത് ബീജം? നഗ്നദൃഷ്ടി കൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത, സാധാരണ കണ്ണട വെച്ച് നോക്കിയാലും കാണാൻ കഴിയാത്ത, സൂക്ഷ്മദർശിനിയിലൂടെ മാത്രം കാണാൻ കഴിയുന്ന അത്രയും ചെറിയ ഒരംശം മനുഷ്യന്റെ ഇന്ദ്രിയതുള്ളിയിൽ നിന്ന് വളരെ ചെറിയ ഒരംശം എടുത്തിട്ട് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമും മുബീൻ. നമ്മൾ അവനെ സൃഷ്ടിച്ച് ശക്തിയുള്ള
ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള മനുഷ്യനാക്കി വളർത്തിയെടുത്തപ്പോൾ അവൻ തർക്കം എവിടെ എത്തി? وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. അവന്റെ തർക്കം മൂർച്ഛിച്ച് എവിടെ എത്തി? അതാ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് ഞാൻ ഓർക്കുന്നു. മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ദ്രവിച്ച പഴകിയ എല്ലെടുത്ത് കയ്യിൽ പിടിച്ചു. ആ എല്ല് കയ്യിൽ പിടിച്ചിട്ട് അവന്റെ ശക്തി ഉപയോഗിച്ച് അവനൊന്ന് ഞെക്കിപ്പിടിച്ചപ്പോൾ ആ എല്ല് പൊടിയായി, ഇങ്ങനെ ദ്രവിച്ച എല്ല് പൊടിയായി ഉതിർന്നുതിർന്ന് വീഴുകയാണ്. അത് വീഴുമ്പോൾ അവന്റെ ധൈര്യത്തോടെയുള്ള ചോദ്യം, പടച്ച റബ്ബ് അഡ്വാൻസ് ആയി തന്നെ പറയുകയാണ്, അവൻ നമ്മക്ക് ഉപമയാക്കിയിട്ട് പടച്ചവനെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. എന്നാൽ വനസിയ ഖൽഖഹു, അവന്റെ സൃഷ്ടിപ്പിനെ അവൻ വിസ്മരിച്ചിരിക്കുന്നു. അവൻ എങ്ങനെയാണ് എല്ലായത്? അവൻ എങ്ങനെയാണ് തോലുണ്ടായത്? അവൻ എങ്ങനെയാണ് മാംസമുണ്ടത്? അവൻ എങ്ങനെയാണ് രക്തമുണ്ടായത്? എങ്ങനെയാണ് മജ്ജയുണ്ടായത്? എങ്ങനെയാണ് രോമമുണ്ടായത്? എങ്ങനെയാണ് രക്തമുണ്ടായത്? എങ്ങനെയാണ് അവന്റെ ഓരോന്നോരോന്ന് സൃഷ്ടിച്ചത്? അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവന്റെ സൃഷ്ടിപ്പവൻ മറന്നുപോയി. അവന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യം എന്തായിരുന്നു? കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഒരു ഉറച്ച എല്ലില്ല, തോലില്ല, അതുപോലെ മാംസമില്ല, മജ്ജയില്ല, രോമമില്ല, പല്ലില്ല, ഒന്നുമില്ല. വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയൊരംശമായിരുന്നു ബീജം. ആ ബീജത്തിൽ നിന്നാണ് അവനെ നമ്മൾ പടച്ചത്. പക്ഷേ അവനിപ്പോൾ ചോദ്യം ചെയ്യുകയാണ് നമ്മുടെ കഴിവിനെ. അവൻ ചോദിച്ചത് എന്താണ്? അവന്റെ സൃഷ്ടിപ്പിനെ അവൻ വിസ്മരിച്ചു പോയി. അവൻ നമുക്ക് ഉപമയാക്കിയിട്ട് ചോദ്യം ചെയ്യുകയാണ്. എന്താണ് അവൻ ചോദിച്ചത്? ദ്രവിച്ച് പഴകി അതാ പൊടിയായി പോകുന്ന ഈ എല്ലിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുക? ആർക്കാണ് ഇതിനെ മനുഷ്യനാക്കി രണ്ടാമത് രൂപപ്പെടുത്താൻ കഴിയുക എന്നാണല്ലോ അവന്റെ ചോദ്യം. എന്താണ് അവന്റെ വിഡ്ഢിത്തം? എന്താണ് അവന്റെ വിവരക്കേട്? എന്താണ് അവന്റെ ബുദ്ധിശൂന്യത? എന്താണ് അവന്റെ വിവേകശൂന്യത? കാരണം ഈ എല്ലും തോലും പല്ലും ഇത് മുഴുവനും നമ്മൾ പടച്ചത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത. ഇപ്പോൾ ഈ എല്ല് അവൻ കയ്യിൽ പിടിച്ച് അതിങ്ങനെ ഞെക്കിപ്പിടിക്കുമ്പോൾ പൊടിയായി ഉതിർന്ന് വീണു പോകുന്നത് നഗ്നദൃഷ്ടി കൊണ്ട് കാണുന്നുണ്ടല്ലോ. എന്നാൽ നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ പോലും കഴിയാത്ത അത്രയും ചെറിയ ബീജത്തിൽ നിന്നല്ലേ ഈ ശക്തിയുള്ള മനുഷ്യനെ നമ്മൾ പടച്ചിട്ടുള്ളത്. അതാണ് റബ്ബിന്റെ സംസാരം. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ദ്രവിച്ചു പോയ ഈ എല്ലിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുകയെന്ന് അവൻ നമ്മളെ വെല്ലുവിളിക്കുകയാണല്ലേ. എന്നാൽ ഖുൽ, പറയൂ നബിയേ, യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ആദ്യം അതിനെ പടച്ചവനാരാണോ അവൻ തന്നെ അതിനെ ജീവിപ്പിക്കുമെന്ന് മറുപടി പറയൂ നബിയേ. ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. എത്ര അർത്ഥവത്താണ് പരിശുദ്ധ ഖുർആനിന്റെ ആ അവതരണം! എത്ര അർത്ഥവത്താണ്! എത്ര ഹൃദയസ്പർക്കായ സംസാരമാണ്! മറുപടിയാണ് ഖുർആൻ പറയുന്നത്. ഈ എല്ലിനെ ആര് ജീവിപ്പിക്കുമെന്ന് ചോദിക്കുന്ന ആ മനുഷ്യന് എല്ലെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിച്ചുകൂടെ? അവന്റെ മാതാവിന്റെ വയറ്റിലേക്ക് മാതാവ് എല്ല് വിഴുങ്ങിയിട്ടില്ല. അവന്റെ മാതാവിന്റെ വയറ്റിലേക്ക് മാതാവ് ഒരു മാംസക്കഷ്ണം അതാ വിഴുങ്ങിയതല്ല. അവൻ എല്ലും തോലും മാംസവും ഒക്കെയായി ഈ ലോകത്തേക്ക് വന്നത്. അത് വളർന്നത്
വരുന്ന സമയത്തില്ലാത്ത പല്ല് പിന്നീട് ശരീരത്തിൽ വന്നത്, അങ്ങനെ തുടങ്ങി ഓരോന്നോരോന്നും. സുബ്ഹാനല്ലാഹ്, കുട്ടിക്കാലത്ത് പ്രസവിച്ച ഉടനെ താടിയിൽ രോമം കൊടുത്തിട്ടില്ല, മീശയിൽ രോമം കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ചെറിയ പിഞ്ചുമക്കളെ എടുത്ത് ചുംബിക്കുന്നത് പോലെ താടിയും മീശയും ഒക്കെ കുട്ടിക്കാലത്ത് തന്നെ, ചെറിയ കുട്ടിയായി വരുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു താടിയും മീശയും ഒക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും മാതാവിന്റെയോ പിതാവിന്റെയോ ഒരു ചുംബനമെങ്കിലും നമുക്ക് കിട്ടുമായിരുന്നോ? ഇപ്പൊ നമ്മളെ ആരെങ്കിലും പിടിച്ച് ചുംബിക്കുന്നുണ്ടോ? എന്തേ കാരണം? അതേ നാരും വേരും വന്നുപോയി. ആർക്കും ഇപ്പോൾ ആ നേരത്തെയുള്ള വാത്സല്യവും ചുംബിക്കാനുള്ള മനസ്സും വരുന്നില്ല. അതുണ്ടാകാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു രോമം പോലും താടിയിൽ തരാതെ, ഒരു രോമം പോലും മീശയിൽ മുളക്കാതെ അതേ ചെറിയ പിഞ്ചുകുട്ടിയായി വന്നപ്പോ എന്താണ് റബ്ബിന്റെ ഒരു സംവിധാനം? ഇനി നിങ്ങൾ നോക്കൂ, അതേ സമയത്ത് തല പിടിച്ച് സാധാരണ ആരും ചുംബിക്കാറില്ല. അതുകൊണ്ട് തന്നെ തലയിൽ രോമം തന്നിട്ടുമുണ്ട്, അതുകൊണ്ടൊരു തകരാറും സംഭവിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, പ്രസവിച്ച ഉടനെ മാതാവിന്റെ മുല കുടിക്കേണ്ട കുട്ടി മുല കുടിക്കുന്ന സമയത്ത് മാതാവിന്റെ മുല കടിച്ചുപോയാൽ, മാതാവിന്റെ മുല പഴുത്തുപോയാൽ മാതാവ് മുല കുടിക്ക് തരുന്നത് തന്നെ നിന്നുപോകും. അപ്പോൾ പട്ടിണി കിടന്ന് കുട്ടി മരണപ്പെട്ടു പോകും. അതുകൊണ്ട് മുലപ്പാല് കുടിച്ച് അല്പം വളർന്ന് മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാകം വരുന്നത് വരെ പല്ലും അല്ലാഹു തആല തന്നിട്ടില്ല. കാരണം പല്ല് തന്നാൽ അപകടമാണ്, പല്ലില്ലാതിരിക്കുന്നത് അനിവാര്യമാണ്. ഈ രൂപത്തിൽ ഓരോ സന്ദർഭത്തിലും ആവശ്യമായത് പടച്ചു തന്നുകൊണ്ട് സർവ സൗകര്യങ്ങളും ചെയ്തു തന്ന റബ്ബിനെ ഒരു മനുഷ്യൻ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ആ റബ്ബിലേക്ക് മനസ്സ് തിരിയാതെ അവൻ ഭൗതിക ലോകത്തും ഭൗതിക സ്ഥാനങ്ങളിലും ഭൗതിക ചിന്തയിലും അവന്റെ മനസ്സ് തിരിക്കുന്നുവെങ്കിൽ അവനല്ലയോ ലോകത്ത് ചിന്തയില്ലാത്ത മനുഷ്യൻ, അവനല്ലേ അഹങ്കാരമുള്ള മനുഷ്യൻ, അവനല്ലേ നന്ദിയില്ലാത്ത മനുഷ്യൻ, അവനല്ലേ വാസ്തവത്തിൽ ഒന്നും തിരിയാത്ത മനുഷ്യൻ. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون وليس الذي خلق السماوات والأرض ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച അല്ലാഹു ജല്ല ജലാലുഹു അവൻ സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. 15 കോടിയോളം കിലോമീറ്റർ അകലെ ഒരൊറ്റ ബൾബ്, ആ ബൾബെങ്ങാനും നമ്മുടെ സമീപത്താണ് കത്തുന്നതെങ്കിൽ നമ്മൾ ചൂട് കൊണ്ട് നശിച്ചു പോകും. ആ ബൾബെങ്ങാനും അതിനപ്പുറത്താണെങ്കിൽ അതും തകരാറ് സംഭവിക്കും. കൃത്യമായി അതിനെ അവൻ നിർത്തി. എന്നിട്ടോ ഒരു നയാകാശ് പോലും ചെലവില്ലാതെ, ഡീസൽ ചെലവില്ല, പെട്രോൾ ചെലവില്ല, മണ്ണെണ്ണയില്ല, ഗ്യാസ് ഇല്ല, ഒരാൾക്കും 5 പൈസയും വാടക കൊടുക്കേണ്ടതില്ല. ആ സൂര്യനെ കൊണ്ട് എത്ര സ്ഥലങ്ങളിലാണ് അവൻ ഒരേ സമയത്ത് വെളിച്ചം നൽകിയത്, ഏതെല്ലാം റൂമിന്റെ ഉള്ളിലാണ് ആ വെളിച്ചം എത്തിച്ചത്. ആ സൂര്യന്റെ ഊർജം കൊണ്ട് സൂര്യനില്ലാത്ത സമയത്ത് പോലും എത്രയാണ് ഉപയോഗപ്പെടുത്തുന്നത്.
ആ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഗോളങ്ങളെ മുഴുവനും പടച്ച റബ്ബ്, ചെറിയ പരലുകൾ മുതൽ തിമിംഗലങ്ങൾ വരെ, അതാ ലക്ഷക്കണക്കായ മത്സ്യങ്ങളെ പടച്ച റബ്ബ്, ചെറിയ പുല്ല് പുഷ്പങ്ങൾ മുതൽ വലിയ മരങ്ങൾ വരെ ഓരോന്നും പടച്ച റബ്ബ് അത്ഭുതമാണ്. അവന്റെ സൃഷ്ടിപ്പ് മുഴുവനും അത്ഭുതമാണ്. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് തന്നെ ചിന്തിക്കട്ടെ. കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത അത്രയും ചെറിയൊരു ബീജം, അതേ ആ ബീജവും അണ്ടവും സങ്കലനം നടത്തി അതേ മനുഷ്യന്റെ മാതാവിന്റെ വയറ്റിൽ ഭ്രൂണമായി വളർന്ന ആ മനുഷ്യൻ, അവനൊന്നാലോചിക്കട്ടെ, ബാപ്പയുടെ മുഖവുമായി മകന്റെ മുഖത്തിനൊരു ചെറിയ തുല്യത കാണുന്നു. ചിലപ്പോൾ ബാപ്പയുടെ സൗണ്ട് തന്നെ മകനും ലഭിച്ചത് കാണുന്നു. മറ്റ് ചിലപ്പോൾ ബാപ്പയുടെ ഭംഗി മനുഷ്യന് ലഭിച്ചത് കാണുന്നു. മറ്റ് ചിലപ്പോൾ ബാപ്പയുടെ ശാരീരിക പ്രകൃതി തന്നെ, അതേ ബാപ്പ മെലിഞ്ഞിട്ടാണോ മകനും മെലിഞ്ഞിട്ട്, ബാപ്പ തടിച്ചിട്ടാണോ മകനും തടിച്ചിട്ട്, ബാപ്പ കറുത്തിട്ടാണോ മകനും പലപ്പോഴും കറുത്തിട്ട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ബാപ്പയുമായോ ഉമ്മയുമായോ ബാപ്പ ഉമ്മയുടെ കുടുംബത്തിലുള്ളവരുമായോ തുല്യത കാണുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞതല്ല, അറിയാമല്ലോ. ഒരാള് നമ്മുടെ അശ്അരിയ സ്ഥാപനത്തിന് കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ അശ്അരിയുടെ മേലെ ഒരു നില ബിൽഡിംഗ് എടുക്കണം, ഒരു നില കൂടി ഉണ്ടാക്കണം. അതിനെല്ലാം ആളുകൾ നല്ല സംഭാവന കൊടുക്കണം. അപ്പൊ ഈ അശ്അരിയക്ക് കുറെ പൈസ ആവശ്യമുണ്ട്. അതിന്റെ പിരിവിന് വേണ്ടി പോകാൻ വേണ്ടി ആരോടെ നമ്മൾ പോവാ, ആരെയാ കാണുന്നത് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ഒരാളെ പറ്റി നമ്മൾ അയാളെടുത്ത് പോവാ, എന്താ കാരണം? അയാൾ എന്തെങ്കിലും കൊടുക്കുക, അയാളെ ബാപ്പി അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് കൊടുക്കുന്ന ആളെ. നമ്മൾ അവിടെ പോവാ, അവിടെ പോയി അവിടെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരു വലിയ പൊരണ്ടല്ലോ ഇവിടെ ആരാ താമസിക്കുന്നത്? ഇവിടെ മുസ്ലിമീങ്ങൾ തന്നെയാണ്. ആ മുസ്ലിമീങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടെ കയറിയിട്ട് കാര്യമില്ല ഉസ്താദേ. അതെ, 5 പൈസ അയാൾ കൊടുക്കൂല. അതെ, അയാളെ ബാപ്പി അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഈ ചെറിയ ബീജം, മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണില്ല, അത്ര ചെറിയൊരു സാധനം. അതിന്റെ ഉള്ളിൽ അല്ലാഹു തആല ബാപ്പാന്റെ ബുഖലടക്കം വെച്ചിരിക്കുകയാണ് മകന് അനന്തരായി. ബാപ്പ ഒന്നും കൊടുക്കാത്തവന് മകനും അതേ ഒന്നും കൊടുക്കാത്ത സ്വഭാവം. ബാപ്പ നല്ല ഭംഗിയുള്ളവരാണെങ്കിൽ അതേ ഭംഗി മകൻ. ബാപ്പാന്റെ സൗണ്ട് എന്തിനധികം പറയണം? ഒരാളെ കാലിന്റെ മടമ്പ് പൊട്ടിയിരിക്കുന്നു, നല്ല തണുപ്പായപ്പോ എന്റെ കാലിന്റെ മടമ്പ് ഇങ്ങനെ പൊട്ടിയിരുന്നു. ആ ഉമ്മാന്റെ കാലിന്റെ മടമ്പും പൊട്ടാറുണ്ടായിരുന്നു. അപ്പൊ തണുപ്പിന് പൊട്ടുന്ന പൊട്ടടക്കം ഇതിന്റെ ഉള്ളിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്ത്? ഈ ബീജത്തിന്റെ ഉള്ളിൽ. അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനിയോ ഒരാൾക്ക് വല്ലാത്ത ക്ഷീണം, ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു, ഷുഗറിന്റെ ഒന്നൊന്ന് നോക്കണം. ഷുഗർ ഒന്നും എനിക്ക് ഉണ്ടാവില്ല എന്ന് തോന്നല്ലോ. നിങ്ങളെ വാപ്പാക്ക് ഉണ്ടായിരുന്നു, വെച്ച് കുറച്ചുണ്ടായിരുന്നു, എന്നാ ബർക്കത്തിന് ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പൊ എന്താണ്? ആ ബാപ്പാന്റെ ഷുഗർ അടക്കം ഇതിന്റെ ഉള്ളിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾക്ക് മാനസിക രോഗം, ഡോക്ടറെ കാണിച്ച കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ ഈ ബീജത്തിന്റെ ഉള്ളിൽ ആ മാനസിക രോഗം ഉൾപ്പെടുത്തി. ഈ രൂപത്തിൽ ഓരോ വിഷയങ്ങളും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ഒരു വസ്തുവിൽ ഉൾപ്പെടുത്തി മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് അവന്റെ അപാരമായ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അവന്റെ അധികാരത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവന്റെ പരിശുദ്ധത വാഴ്ത്തിപ്പോകാത്തവൻ ബുദ്ധിയുള്ളവനാണോ? അല്ലാഹു അതാണ് പറഞ്ഞത്. അതേ, ഖുൽ യുഹീഹാ അല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി നാറാ. പച്ചയായ മരങ്ങൾ, അതേ വീട്ടിലിരുന്നിട്ട് പർവ്വതങ്ങളിലേക്ക് നോക്കുമ്പോൾ പർവ്വതത്തിന്റെ മേലെ കാട്ടുതീ പടരുന്നത് കാണുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? കാട്ടിലുള്ള മുളകൾ, കാട്ടിലുള്ള മരങ്ങൾ തമ്മിൽ ഉരസി കത്തുകയാണ്. ആ മരം തന്നെ കൊണ്ടുവന്ന് നമ്മളതാ ഒരു
മെഷീനിൽ വെച്ചാൽ അതിൽ നിന്ന് വെള്ളം കിട്ടും. പക്ഷേ ആ വെള്ളമുള്ള മരങ്ങൾ തന്നെ പരസ്പരം ഉരസിയിട്ട് കത്തുകയാണ്. ഒരേ സമയത്ത് തീയും ഒരേ സമയത്ത് വെള്ളവും മരങ്ങളിൽ പലതിലും അല്ലാഹു വെച്ചിരിക്കുന്നു. അല്ലദീ ജഅല ലക്കും മിനശ് ശജറിൽ അഖ്ളരി നാറാ ഫൈദാ അൻതും മിൻഹു തുഖിദൂൻ അവലൈസ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ. സുബ്ഹാനല്ലാഹ്. പടച്ചവന്റെ ചോദ്യം എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിൽ തറിച്ചു ചെല്ലേണ്ട ചോദ്യമല്ലേ? ചിന്തിക്കാൻ ഒരു മനുഷ്യനുണ്ടോ? അവൻ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാതിരിക്കുമോ? ഒരു പശു, ആ പശു അതിനെ സംബന്ധിച്ച് അല്ലാഹ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പശുവിനെ സംബന്ധിച്ച്, ആടുമാടുകളെ സംബന്ധിച്ച് സൂറത്ത് യാസീനിൽ അല്ലാഹ് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ എന്റെ പ്രസംഗത്തിൽ, യാസീനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, ഒരു പശു പുല്ലിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. ആ പുല്ല് നേരത്തെ അവിടെ ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് എന്താണ്? ഉണങ്ങിയ ഭൂമി. ഒരു മഴ ഇങ്ങ് പെയ്തപ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പുല്ലിന്റെയും അതുപോലെ സസ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ അവിടെയെല്ലാം കിടക്കുന്നുണ്ട്. ആ പൊടിപടലങ്ങളായി നശിച്ചുപോയ പുല്ലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അതാ പുനർജീവിതം കൊടുക്കുന്നു പുല്ലിന്. പുല്ല് വീണ്ടും ഒരു മഴ പെയ്യുമ്പോൾ നന്നായി തിങ്ങി വളരുകയാണ്. അല്ലാഹുവിന് നശിച്ചുപോയൊരു വസ്തുവിനെ രണ്ടാമതുണ്ടാക്കൽ ഒരു പ്രശ്നമാണോ? ആ പുല്ലൊരു പശു തിന്നപ്പോൾ ആ പശുവിന് പുല്ലുകൊണ്ടതിന്റെ ശരീരത്തിൽ രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ആ രക്തമുള്ള പശു അതിന്റെ രക്തം തന്നെ അതാ പാലായി മാറുകയാണ്, പാലായി ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ പാല് മനുഷ്യൻ കറന്നെടുത്തപ്പോൾ ആ പാല് തന്നെ അതാ മോരും തൈരുമായി മാറ്റുകയാണ്. അതിൽ നിന്ന് വെണ്ണ എടുക്കുകയാണ്. ഇങ്ങനെ ഒരേ വസ്തു തന്നെ തിരിച്ചും മറിച്ചും എത്ര മാറ്റങ്ങൾക്കാണ് റബ്ബ് വിധേയമാക്കുന്നത്, എന്തെല്ലാം വസ്തുക്കളായിട്ടാണ് രൂപാന്തരപ്പെടുത്തുന്നത്. ആ ഖാലിഖും അലിക്കുമായ റബ്ബ് അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവനെ രണ്ടാമത് ജീവിപ്പിക്കുന്നതും അവരെ പോലുള്ള മനുഷ്യരെ വീണ്ടും കൊണ്ടുവരുന്നതും പടച്ചവനൊരു പ്രശ്നമാണോ? അല്ല, അല്ല. അവന് മനുഷ്യനെ പുനർജീവിപ്പിക്കുന്നത്, വീണ്ടും കൊണ്ടുവരുന്നത് അവനൊരു പ്രശ്നമല്ല. അവൻ നന്നായി സൃഷ്ടിക്കുന്നവനാണ്, എല്ലാ വിഷയങ്ങളും അറിയുന്നവനാണ്. വഹുവൽ ഖല്ലാഖുൽ അലീം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു വിഷയം ഉണ്ടാകണമെന്ന് അവൻ ഉദ്ദേശിച്ചാൽ അവന്റെ ഒരു ഉത്തരവേ വേണ്ടൂ, ഉണ്ടാകണം എന്നൊരു ഉദ്ദേശമേ വേണ്ടൂ. അപ്പോഴേക്കതുണ്ടാകുന്ന വിധത്തിൽ അവൻ കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ. മുഴുവൻ വിഷയത്തിന്റെയും അധികാരം, മുഴുവൻ വിഷയത്തിന്റെയും എല്ലാ പവറും അവന്റെ അധികാരത്തിലാണ്, അവന്റെ കരങ്ങളിലാണ്, അഥവാ അവന്റെ അധികാരത്തിലാണ്. അങ്ങനെ മുഴുവൻ വിഷയങ്ങളും അടക്കി ഭരിക്കുന്ന റബ്ബ് അവൻ പരിശുദ്ധൻ തന്നെ. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ വഇലൈഹി തുർജഊൻ. ആ റബ്ബിലേക്ക് ഏത് മുതലാളിയാണെങ്കിലും ശരി, ഏത് തൊഴിലാളിയാണെങ്കിലും ശരി, ഏത് ഡോക്ടറാണെങ്കിലും ശരി, ഏത് രോഗിയാണെങ്കിലും ശരി, ഏത് പണ്ഡിതനാണെങ്കിലും ശരി, ഏത് പാമരനാണെങ്കിലും ശരി, ഏത് ആരോഗ്യമുള്ളവനാണെങ്കിലും ആരോഗ്യമില്ലാത്തവനാണെങ്കിലും, ഏത് അധികാരമുള്ളവനാണെങ്കിലും, ഏത് രാജാവാണെങ്കിലും, ഏത് പ്രജയാണെങ്കിലും, ആരാണെങ്കിലും ശരി, വഇലൈഹി തുർജഊൻ. അവനിലേക്ക് നിങ്ങളെ മുഴുവനും മടക്കപ്പെടുന്നു. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിവാദങ്ങളിൽ താല്പര്യമില്ല. നമ്മൾ വിവാദത്തിന്റെ ആളുകളുമല്ല. മുസ്ലിം ഉമ്മത്ത് കുറെ വിവാദങ്ങൾ ഉണ്ടാക്കി മറ്റ് സമുദായത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമാകേണ്ടവരുമല്ല. മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചിന്തിക്കാനുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഞാൻ വേദനയോടെ പറയുകയാണ്, ഇവിടെ ഇപ്പോൾ അശ്അരിയ എന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് ഇടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ. എന്നാ പലർക്കും തോന്നൽ എന്താണ്? സ്ഥാപനങ്ങൾ കൂടിപ്പോയി, വർദ്ധിച്ചുപോയി എന്നാണ്. എന്നാൽ പറയട്ടെ, നമ്മുടെ കയ്യിൽ സ്ഥാപനങ്ങളൊന്നും പോരാ. ഞാൻ വേദനയോടെ പറയുകയാണ്. ഒരു നിലക്ക് സന്തോഷത്തോടെയുമാണ്, പക്ഷേ വേദന മനസ്സിലുണ്ട്. ഇനി അടുത്ത് സിറാജുൽ ഹുദയുടെ കീഴിൽ ഉള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠനാരംഭത്തിന് പോയി. LKG കുട്ടിക്ക് പാത്തി ഓതി തുടങ്ങി കൊടുക്കാൻ വേണ്ടി പോയത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പാത്തി കൊണ്ടാ തുടങ്ങി. ഇന്ന് രാവിലെ കുറ്റിയാടി ദേവാ കോളേജിലെ കുട്ടിക്കും ഫാത്തിഹ ഓതി തുടങ്ങി കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. തുടങ്ങിക്കൊടുത്തത് എന്റെ അടുത്തുള്ള ഒരു സയ്യിദിനെ കൊണ്ടാ തുടങ്ങിയിട്ട് തങ്ങളെ തുടങ്ങിക്കൊടുത്തത്. ഞാൻ അതിൽ കുറെ ഉപദേശം നൽകിയതിന് ശേഷം, സുബീൻസ്കരിച്ചതിന് ശേഷം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദേവാ കോളേജിൽ അൽഹംദുലില്ലാ ഡിഗ്രിക്ക് എഴുതിയ മുഴുവൻ കുട്ടികളും ഡിഗ്രിയിൽ ജയിച്ചു എന്ന് വരുന്ന സമയത്ത് എനിക്ക് റിപ്പോർട്ട്. നമ്മുടെ സ്കൂള് 3 സ്കൂളിൽ ഞാൻ SSLC പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതായത് സിറാജുലുടെ 3 സ്കൂളുകളിൽ SSLC പരീക്ഷ CBSE സിലബസ് പ്രകാരം ഈ വർഷം നടന്നിട്ടുണ്ട്. 3 സ്കൂളിലും മുഴുവൻ കുട്ടികളും ഡിസിഷൻ വാങ്ങി പാസ്സായിട്ടില്ല. ഒറ്റ കുട്ടി അതിനേക്കാൾ ചേർന്നില്ല, എല്ലാം ഡിസിഷൻ. പല കുട്ടികൾക്കും മദ്രസയിലും നല്ല റാങ്കും. അങ്ങനെ ദീനും ദുനിയാവും ഒരേ സമയത്ത് പഠിപ്പിക്കാനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നാം വളർത്തിയെടുക്കുന്നത്. അത് അശ്അരിയായിരുന്നാലും ശരി, ഇനി നമ്മുടെ മർക്കസായിരുന്നാലും, സഅദിയായിരുന്നാലും, മഖറായിരുന്നാലും, മഅദിനായിരുന്നാലും, മംബഅായിരുന്നാലും, മജ്മഅായിരുന്നാലും, അങ്ങനെ ഏത് സ്ഥാപനങ്ങളുണ്ടോ ആ സ്ഥാപനങ്ങളൊക്കെ നാം പ്രവർത്തിക്കുന്നത് ദീനീ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, അങ്ങനെ കുട്ടികളൊക്കെ ഡിസ്റ്റിങ്ഷൻ വാങ്ങി പാസ്സായപ്പോ കുറെ കുട്ടികൾ A1 ആയി. മുഴുവൻ കുട്ടികളും എല്ലാ വിഷയത്തിലും A1 വാങ്ങി വളരെ ഉന്നത വിജയം വാങ്ങി. അങ്ങനെ വിജയിച്ചു പോയ കുട്ടികളുടെ രക്ഷിതാക്കൾ പിന്നീട് വരികയാണ്. വന്നിട്ട് പറയാണ്, ഉസ്താദേ, ഞാൻ എന്റെ കുട്ടീനെ ഒരു നല്ല ഹോസ്റ്റലിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു. അവർക്ക് എൻട്രൻസിനും എഴുതാൻ സാധിക്കണം, അതോടുകൂടെ തന്നെ അവർക്ക് +1 +2 പഠിക്കാൻ സാധിക്കണം. അതിന് സൗകര്യമുള്ള ഒരു ഹോസ്റ്റൽ നമ്മളേതെങ്കിലും ഉണ്ടോ എന്ന് വന്ന് ചോദിക്കാൻ. ഒരൊറ്റ ഹോസ്റ്റൽ, ഒരു നിലവാരം പുലർത്തുന്ന ഉന്നത നിലവാരത്തിലുള്ള ഒരു ഹോസ്റ്റൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എന്റെ മനസ്സിൽ ഒറ്റ ഓർമ്മയിൽ വന്നില്ല. ഞാൻ നമ്മളെ ഒരു വേദന പറയാം. അതേ സമയത്ത് ഞാൻ സ്കൂളിൽ കുട്ടികളെ പഠനാരംഭത്തിന് ചെല്ലുമ്പോൾ സ്റ്റേജിൽ വരെ നാദാപുരത്തെ SI നോബൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കുട്ടി നമ്മളെ സ്കൂൾ പഠിക്കുന്നുണ്ട്. നമ്മളെ സ്കൂൾ 2000 കുട്ടികൾ നാദാപുരത്ത് പഠിക്കുന്നുണ്ട്. പക്ഷേ അമുസ്ലിം സഹോദരന്മാരെ കുട്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ. ഒന്ന് SIന്റെ മോൻ തന്നെയുള്ളൂ, കുട്ടി തന്നെയുള്ളൂ. അതെന്താ കാരണം? നമ്മൾ ഒരു പീരീഡ് ഫാത്തിഹ പഠിപ്പിക്കും, മറ്റേ പീരീഡ് നമ്മൾ അഖ്ലാഖ് പഠിപ്പിക്കും, വേറൊരു പീരീഡ് അമലിയാത്ത് പഠിപ്പിക്കും. അതിന്റെ ഇടക്കാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം നടക്കുന്നത്. എന്നിട്ടാണ് ഈ ഡിസിഷനൊക്കെ വാങ്ങുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അവരെ കുട്ടികൾക്ക് ഇതൊന്നും പഠിക്കൽ ആവശ്യമില്ലല്ലോ. അപ്പൊ അവരെ കുട്ടികളെ സമയം പോയി പോകും. മാത്രമല്ല, കുട്ടികൾ നമ്മളെ സ്കൂളിൽ കുറച്ച് ദിവസം പഠിച്ചാൽ പിന്നെ കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും, ചായ എടുത്ത് കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അതുകൊണ്ട് പലരും ചേർക്കൂല, നമുക്ക് വിരോധം ഉണ്ടായിട്ടല്ല. അപ്പൊ അദ്ദേഹത്തോട് ഇത് ആദ്യം തന്നെ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടാവും, അത് കുഴപ്പമില്ല, അതും പഠിച്ചോട്ടെ എന്നല്ല. അങ്ങനെ ചേർത്തത്. അദ്ദേഹം സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് എന്റെ മാനേജർ പറഞ്ഞു, ഇയാൾ പ്രത്യേക ഉസ്താദിനോട് ഒരു കാര്യം പറയാൻ പറ്റുമോ? ഞാൻ ചോദിച്ചത് എന്താ? ഇയാൾ പറഞ്ഞാൽ കോട്ടയം ഭാഗത്തുള്ള ഒരാളാണ്. കോട്ടയം ഭാഗത്തൊക്കെ ഏകദേശം എല്ലാ ചർച്ചിനോടനുബന്ധിച്ചും ക്രിസ്തീയ സഹോദരന്മാർക്ക് അവരുടെ പുരോഹിതന്മാരും മറ്റും പ്രവർത്തിച്ചിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഉണ്ട്, ഡിഗ്രി പഠിക്കുന്ന കോളേജ്, എല്ലാ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ എല്ലാ പള്ളിയോടനുബന്ധിച്ച് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ ഉസ്താദിനോട് പറയണം. ഈ നാദാപുര ഭാഗത്തൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മുസ്ലിമീങ്ങൾ എത്ര മുതലാളിമാരുണ്ട്, എത്ര കക്ഷികളുണ്ട്. പക്ഷേ നമ്മുടെ ദീനീ വിദ്യാഭ്യാസവും കൂടി കൊടുക്കുന്ന വിധത്തിൽ നമ്മുടെ യുവതലമുറയെ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ അവരുടെ ദീൻ ചോർന്നു പോകാതെ അവരുടെ വിശ്വാസവും കർമ്മവും ഒക്കെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്ര ഇനിയും ഉയരേണ്ടതുണ്ട്, എത്ര വളരേണ്ടതുണ്ട്.
ബിസിനസ്സിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന പലരും ഉണ്ടാകാം. അവർക്ക് ബിസിനസ്, പണം, അതിലപ്പുറം ആ കുട്ടികൾക്ക് ധാർമ്മിക ബോധം വേണം, ധാർമ്മിക വിദ്യാഭ്യാസം വേണമെന്ന ചിന്ത പലർക്കും വരുന്നില്ല. ആരെങ്കിലും ഉള്ളവരുണ്ടാകാം, പലർക്കും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ സംഘടനകളുടെ കീഴിൽ തന്നെ നാം ഉന്നത നിലവാരമുള്ള ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർത്തണം എന്ന് അടിക്കടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു അത്തരം സംരംഭങ്ങളെ സഹായിക്കുന്നവരെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ. അല്ലാഹുവിന്റെ അധികാരത്തെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞു വന്നത്. ഒരാൾ എന്നെ ടെലിഫോൺ ചെയ്ത് പറയുകയാണ്, ഉസ്താദേ ഒരു സംശയം. ഒരാൾ ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് സംശയം പോകുന്നില്ല. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങളൊരു വിശ്വാസിയല്ലേ? അദ്ദേഹത്തിന് പറയും, ഞാൻ വിശ്വാസിയാണ്, പക്ഷേ എന്നെ ചോദ്യം ചെയ്തവൻ വിശ്വാസിയല്ല. അവൻ യുക്തിവാദിയോ നിരീശ്വരവാദിയോ മതവിരോധിയോ ആണ്. എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ്, ബാപ്പയും ഉമ്മയും മുസ്ലിമാണ്, മക്കള് പച്ച കാഫിറാണ്, ഈമാൻ തെറ്റിപ്പോയവരാണ്. അല്ലാഹുവേ, ഞങ്ങളെ സന്താന പരമ്പരകളെ, ഞങ്ങളെ ശിഷ്യ പരമ്പരകളെ, ഞങ്ങളെ നീ ഈമാൻ ഉറച്ചവരിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, ഈമാനിന്റെ വെളിച്ചം അമേരിക്കയുടെ പ്രസിഡന്റിന് റബ്ബ് കൊടുത്തിട്ടില്ല, ഇന്ത്യയുടെ ഇന്നേവരെയുള്ള പ്രധാനമന്ത്രിമാർക്ക് കൊടുത്തിട്ടില്ല. അതേ ഈമാനിന്റെ വെളിച്ചം കിട്ടിയവരാണ് സാധുക്കളായ നമ്മൾ. അത് നമ്മുടെ മുൻഗാമികൾ മുഖേന നമ്മിലേക്ക് കൈമാറി വന്നതാണ്. അത് നമ്മുടെ വരും തലമുറയിൽ സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അത് അന്ത്യനാൾ വരെ തുടരേണ്ടതില്ലേ? നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന പ്രാർത്ഥിക്കുന്ന മക്കൾ വേണ്ടതില്ലേ? ബാപ്പയെ എന്തിന് ഖബർസ്ഥാനിൽ കൊണ്ടുപോകണം? ബാപ്പയ്ക്ക് വേണ്ടി ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം? ബാപ്പയുടെ പേരിൽ ഞാൻ എന്തിന് ഭക്ഷണം കൊടുക്കണം? ബാപ്പയ്ക്ക് എന്താണ് അതുകൊണ്ട് കാര്യം? മരിച്ചാൽ മണ്ണോട് മണ്ണ് ചേർന്ന് ബാപ്പ നശിച്ചു പോയില്ലേ എന്ന് ചിന്തിക്കുന്ന, തീരെ വിവരമില്ലാത്ത, ചിന്തയില്ലാത്ത മക്കൾ പലർക്കും വളരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാഹുവിന്റെ അധികാരത്തെക്കുറിച്ചൊരു മനുഷ്യൻ ചിന്തിക്കട്ടെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ എതിരാളിയായി നിങ്ങളോട് ചോദ്യം ചോദിച്ച മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചില സംശയങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങളതിന് കൃത്യമായ മറുപടി പറയണം. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ വിശ്വാസിയല്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വാസിയാണ്. രണ്ടാമത് ഞാൻ ചോദിക്കട്ടെ, പടച്ചവൻ ഉണ്ടെന്നോ ഇല്ലെന്നോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ അവൻ അത് നിഷേധിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, പടച്ചവൻ ഇല്ല എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് അവന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പടച്ചവൻ ഇല്ല, ഇത് നിയന്ത്രിക്കുന്ന ഒരാളില്ല എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് ആ യുക്തിവാദിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? നിങ്ങളോട് നിങ്ങളെ മുന്നിൽ ഞാൻ വെക്കുന്നു, പടച്ചവൻ ഇല്ല എന്നതിന് ഇന്ന് വരെ ഒരു യുക്തിവാദിക്കും ഒരു നിരീശ്വരവാദിക്കും ഒരു തെളിവും പറയാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുന്നതല്ല. അവനാകത്തുക പറയാനുള്ളത് ഉണ്ടെങ്കിൽ കാണണ്ടേ എന്നാണ്. ഉള്ളതെല്ലാം കാണണമെന്നുണ്ടോ? ഈ പറയുന്ന മനുഷ്യന് ബുദ്ധിയില്ലേ? ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ ആ ബുദ്ധി അവൻ കണ്ടിട്ടുണ്ടോ? അവൻ കാണാത്തത് കൊണ്ട് ബുദ്ധി ഇല്ലെന്നാണോ വിധിക്കേണ്ടത്? ബുദ്ധി ഉണ്ടെന്നാണോ വിധിക്കേണ്ടത്? വസ്തു കാണാത്തതിനാൽ ബുദ്ധിയില്ലെന്നാണോ? ചോദിക്കട്ടെ, ഇവിടെയൊക്കെയും കരണ്ടിന്റെ പ്രവർത്തനം കൊണ്ട് പലതും കത്തുന്നില്ലേ? ഈ മൈക്ക് പ്രവർത്തിക്കുന്നില്ലേ? പക്ഷേ കരണ്ട് ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കരണ്ടിന്റെ ഫലങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. കരണ്ടിന്റെ പ്രവർത്തനം കൊണ്ട് പലതും ഇവിടെ കറങ്ങുന്നുണ്ട്. പക്ഷേ കരണ്ട് എന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാണാത്തതിനാൽ കരണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞവനെ കൊണ്ടുപോയി കരണ്ട് വെക്കേണ്ടതല്ലേ? ഓ സുഹൃത്തുക്കളെ, കാണാത്തതില്ലാത്തതാണോ? ഇല്ലാത്തത് അതാ കാണാത്തതിനാൽ ഇല്ലെന്ന് വിധിക്കാൻ പറ്റുമോ? ഉള്ളതെല്ലാം കണ്ടുകൊള്ളണമെന്നുണ്ടോ? രണ്ടാമത് ചോദിക്കട്ടെ, ഇല്ലാത്തത് പലതും നമ്മൾ കാണുന്നില്ലേ? അല്ലേ? അങ്ങകലെ ആകാശം തെങ്ങിന്റെ മേലെ മുട്ടിയതായി നമുക്ക് തോന്നിയില്ലേ?
അവിടെ ആകാശം മുട്ടിയിട്ടില്ല, മേഘവും മുട്ടിയിട്ടില്ലെന്നുറപ്പല്ലേ? ചോദിക്കട്ടെ, ഇല്ലാത്തത് പലതും നമ്മൾ കാണുന്നില്ലേ? സ്വപ്നത്തിൽ നിങ്ങൾ പത്രം വായിച്ചിട്ടില്ലേ? പത്രം നിങ്ങളെ റൂമിൽ തന്നെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. സ്വപ്നത്തിൽ നിങ്ങൾ ആനയെ കണ്ടിട്ടില്ലേ? റൂമിന്റെ വാതിൽ കൂടി തുറക്കാതെ എങ്ങനെ ആന വരാനാണ്? കണ്ടതെല്ലാം ഉണ്ടാകണമെന്നുണ്ടോ? ഉള്ളതെല്ലാം കണ്ടുകൊള്ളണമെന്നുണ്ടോ? അപ്പോഴതൊന്നും തെളിവല്ല. നമ്മുടെ ചോദ്യം, അല്ലാഹു ഇല്ലെന്നതിന് വല്ല തെളിവും എതിരാളിക്ക് പറയാൻ കഴിയുമോ? കഴിയില്ലെങ്കിൽ അവനോട് ചോദിക്കട്ടെ, അവന് സ്വന്തം ഒരു ശരീരമില്ലേ? ആ ശരീരത്തിൽ അവൻ ഭക്ഷണം കഴിക്കുന്നില്ലേ? ആ ഭക്ഷണം ദഹിപ്പിക്കാൻ അവന് സ്വന്തത്തിൽ കഴിവുണ്ടോ? അവൻ വെള്ളം കുടിക്കുന്നില്ലേ? ആ കുടിക്കുന്ന വെള്ളത്തിന്റെ പോഷകങ്ങൾ ശരീരത്തിന് ഏറ്റുവാങ്ങിയിട്ട് ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളാൻ അവന് സ്വന്തം ശക്തിയുണ്ടോ? ചോദിക്കട്ടെ, അവന്റെ സ്വന്തം താടിയിലെയും തലയിലെയും അതുപോലെ മീശയിലെയും ഒക്കെ രോമങ്ങൾ വെളുത്തുപോയില്ലേ? അത് കറുത്ത നിലക്ക് തന്നെ നിർത്താൻ അവന് ശേഷിയുണ്ടോ? ചോദിക്കട്ടെ, അമേരിക്കയുടെ പ്രസിഡന്റ് ആണെങ്കിലും ജലദോഷം പിടിച്ചിട്ട് മൂക്കെന്ന് ഒലിക്കാൻ തുടങ്ങിയില്ലേ? അത് ഒലിക്കാതിരിക്കാൻ വേണ്ടി അതാ ഒരു പ്രമേയം പാസാക്കാൻ നിവൃത്തിയുണ്ടോ? ചോദിക്കട്ടെ, രാജ്യമൊട്ടാകെ അടക്കി ഭരിക്കുന്ന രാജാവിന്റെയും മുൻഭാഗത്തൊരു ഒരു നജസ് തീറുന്ന ടാങ്കിയില്ലേ? അഥവാ മാലിന്യം സൂക്ഷിക്കുന്ന ആമാശയമില്ലേ? ചോദിക്കട്ടെ, അതൊന്ന് എടുത്തു മാറ്റി അവന്റെ കാലിന്റെ മേലെ ഫിറ്റ് ചെയ്യാൻ അവൻ അധികാരമുണ്ടോ? നീ മുന്നോട്ട് നടക്കുമ്പോൾ ഈ ടാങ്കിയും പേറിയിട്ടല്ലേ നടക്കുന്നത്? ചോദിക്കട്ടെ, ഒരു ചുവന്ന ഉള്ളി കൊണ്ടുവന്ന് ആ ഉള്ളി നിന്റെ കണ്ണിന്റെ സമീപത്ത് കൊണ്ടുവന്ന് അതിന്റെ തോലൊന്നുരിഞ്ഞാൽ തന്നെ നിന്റെ കണ്ണിന്ന് വെള്ളമൊലിച്ചില്ലേ? ഉള്ളിയുടെ മുന്നിൽ കണ്ണിലെ വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ദുർബലനല്ലേ നീ? ഒരു ചെറിയ നാരെടുത്ത് മൂക്കിൽ കുത്തിയാൽ നീ തുമ്മാൻ തുടങ്ങിയില്ലേ? ഇത്രയും ശക്തിയില്ലാത്തവനല്ലേ നീ? ചോദിക്കട്ടെ, നിന്റെ വയറ്റിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു ദിവസം വയറ്റിൽ നിന്ന് മാലിന്യം പുറത്തുപോയാൽ നീ ബോധം കെട്ട് തളർന്ന് വീണുപോയില്ലേ? നിന്റെ ശക്തി നജസിന്റെ മേലെയല്ലേ നിൽക്കുന്നത്? ചോദിക്കട്ടെ, നിന്റെ മൂത്രം ഒരു ദിവസം ബന്ധായി പോയാൽ ആ മൂത്രത്തെ ക്രമീകരിച്ച് പുറത്തു കൊണ്ടുവരാൻ നിനക്ക് കഴിവുണ്ടോ? നിനക്ക് മലബന്ധം സംഭവിച്ചാൽ അവിടെ നിനക്ക് പെടയാനല്ലാതെ സ്വന്തത്തിൽ അത് ക്രമീകരിക്കാൻ നിനക്ക് സ്വന്തത്തിൽ കഴിവുണ്ടോ? പോകട്ടെ, ഇപ്പോൾ പ്രസംഗിക്കുന്ന ഞാൻ, ഇപ്പോൾ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ, ഇപ്പോൾ ഞാൻ അങ്ങനെ തിരിക്കും അങ്ങനെ മറിക്കും, ആരാണ് പുള്ളിക്കാരൻ, അവനെ ഞാൻ പാഠം പഠിപ്പിക്കും എന്നൊക്കെ തോന്നുന്ന അഹങ്കാരത്തിന്റെ മനസ്സുകളില്ലേ? ചോദിക്കട്ടെ, ഈ പ്രസംഗം തീരുന്നത് വരെ ഈ പാവപ്പെട്ട എനിക്ക് ഗ്യാരണ്ടിയുണ്ടോ? എന്റെ അടുത്ത നിമിഷത്തിൽ എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് എഴുതി ഒപ്പിട്ട് തരാൻ കഴിയുമോ? അടുത്ത മണിക്കൂറിൽ ഞാൻ എവിടെയാണെന്ന് പറയാനൊക്കുമോ? ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ അശ്ചര്യയുടെ മുറ്റത്താണ്, നാളെ രാത്രിയിൽ ഞാൻ ഖബറിലാണോ അല്ലേ? എനിക്ക് പറയാനൊക്കുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനൊക്കുമോ? ചോദിക്കട്ടെ, അധികാരത്തിൽ നിന്ന് വല്ലതും എനിക്കും നിങ്ങൾക്കുമുണ്ടോ? അധികാരത്തിൽ നിന്ന് വല്ലതും എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ലോകത്തേതെങ്കിലും ഭരണാധികാരിക്കുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയും തലയും ഏകദേശവും ഫുള്ളായി തന്നെ നരച്ചുപോയില്ലേ? പ്രധാനമന്ത്രിയാണെങ്കിലും സ്വന്തം തലയിലെയും താടിയിലെയും രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിവില്ലല്ലോ. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്കും അധികാരമില്ലല്ലോ. ഞാനൊരു വലിയ വിവരമുള്ളവനാണെന്ന് പ്രസംഗിക്കുന്ന പണ്ഡിതന് തോന്നുന്നുവെങ്കിൽ അഹങ്കാരത്തിന്റെ തോന്നലല്ലേ അത്? അല്ലെങ്കിൽ ഒരു പണ്ഡിതന് ഞാനൊരു വിവരമുള്ളവനാണെന്ന് തോന്നുന്നുവെങ്കിൽ ചോദിക്കട്ടെ,
ഒരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും വലിയ വിവരം, ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ അവസ്ഥ എന്താണ്, മരണത്തിന്റെ ശേഷം ഞാൻ ഖബറിലേക്ക് പെട്ടെന്ന് പോകണമെന്ന് ചിന്തിക്കുന്ന നല്ല മരണമാണോ അല്ലാത്തതാണോ, എന്റെ ഖബറിൽ എനിക്ക് സ്വർഗത്തിലേക്കുള്ള കവാടമാണോ അല്ലാത്തതാണോ, പടച്ച റബ്ബിന്റെ കോടതിയിൽ എനിക്ക് സലാമത്താണോ, അല്ലെങ്കിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് അവിടെ എനിക്ക് അതാ ശിക്ഷയാണോ. ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ് സഈർ എന്ന് പറഞ്ഞ് മനുഷ്യനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വഴിതിരിക്കുമ്പോ ഞാൻ പോകുന്ന റൂട്ട് സ്വർഗത്തിന്റെ റൂട്ടിലേക്ക് തന്നെയാണോ, അല്ല ഞാൻ തിരിച്ചു പോകേണ്ടി വരുമോ. എന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലായികത്ത് വരുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിലുള്ള പട്ടുകളുമായി സുഗന്ധങ്ങളുമായി വന്ന് എന്നെ സമാധാനിപ്പിക്കുന്ന രംഗമാണോ, അതല്ലെങ്കിൽ നരകത്തിന്റെ ഭാഗത്ത് നിന്നുള്ള വരവായി വളരെ ഗൗരവത്തോടെ വന്ന് എന്നെ അതാ ശക്തിയായി പീഡിപ്പിക്കുന്ന മരണമാണോ. ആ മരണം തന്നെ എനിക്കൊരു 10-20 വർഷം കഴിഞ്ഞിട്ടാണോ, അല്ല 10-20 മിനിറ്റിന്റെ ഉള്ളിലാണോ. ഇതിനെക്കുറിച്ച് ഈ ഒരൊറ്റ ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയാത്തവൻ ഞാനൊരു വിവരമുള്ളവരാണെന്ന് ചിന്തിക്കുന്നതിന് വല്ല അർത്ഥവുമുണ്ടോ. വിവരം ലഭിക്കേണ്ടത് എന്റെ ഭാവിയെക്കുറിച്ചുള്ള വിവരമല്ലേ, എന്റെ ആഖിറത്തിനെ കുറിച്ചുള്ള വിവരമല്ലേ, എന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരമല്ലേ, എന്റെ വിജയ പരാജയത്തെ കുറിച്ചുള്ള വിവരമല്ലേ. അതിനെക്കുറിച്ചൊരു വിവരവും ലഭിക്കാത്ത ഞാൻ ഒരു പണ്ഡിതനാണെന്ന നിലയ്ക്ക് അഹങ്കാരത്തിന് അവകാശമുണ്ടോ. വല്ല പണക്കാരനും ഞാൻ പണം സമ്പാദിച്ച് അതേ എനിക്കിപ്പോൾ വയസ്സ് 60ആയി, 60 വയസ്സിനിടയിൽ ഞാൻ 600 കോടിയുടെ സമ്പാദിച്ചു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടവൻ അഹങ്കരിക്കുന്നുവെങ്കിൽ ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്ന് 60 വയസ്സ് നീ ജീവിച്ചപ്പോ ചോദിക്കട്ടെ, 600 കോടി നീ ഉണ്ടാക്കി വെച്ചു, പക്ഷേ ഈ ഉണ്ടാക്കി വെച്ചത് അനുഭവിക്കാനുള്ള സമയം നിനക്ക് ഇനി എത്ര ബാക്കിയുണ്ടെന്ന് നിനക്ക് പറയാനൊക്കുമോ. നീ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച ഈ സമ്പാദ്യം നിന്റെ മക്കൾ കള്ളു കുടിക്കാനാണോ ഉപയോഗിക്കുന്നത്, നിന്റെ മക്കൾ വ്യഭിചാരത്തിനാണോ ഉപയോഗിക്കുന്നത്, നിന്റെ സന്താന പരമ്പരകൾ അതെന്തിനാണ് നിന്റെ ഖബറിൽ ശല്യം ചെയ്യാനാണോ ഉപയോഗിക്കുന്നത്, നിനക്കും എനിക്കും പറയാനൊക്കുമോ. ആകയാൽ എന്റെ ഭാവിയെ കുറിച്ച് ഒന്നും പറയാൻ കഴിയാത്ത ഞാൻ, എന്നെ സംബന്ധിച്ച് ഒന്നും തീരുമാനം പറയാത്ത ഞാൻ, അതിനൊന്നും എനിക്ക് അധികാരമില്ലാത്ത ഞാൻ, എന്റെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും എന്റെ നഫ്സിനെ കുറിച്ചും എന്റെ ആത്മാവിനെ കുറിച്ചും പണത്തെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ഒന്നും പറയാൻ കഴിയാത്ത വിവരമില്ലാത്തവൻ, ശക്തിയില്ലാത്തവൻ, അവനോട് ചോദിക്കട്ടെ, നിനക്കിത് മുഴുവനും തന്ന ഒരു രാജാവിന്റെ നിയന്ത്രണം നടക്കുന്നില്ലേ, അല്ലെങ്കിൽ നിനക്കൊരു നിയന്ത്രിക്കുന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണ്ടേ. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ. ലോകത്ത് എന്തെല്ലാമുണ്ടോ, എവിടെയെല്ലാമുണ്ടോ, എങ്ങനെയെല്ലാമുണ്ടോ, മുഴുവൻ വിഷയത്തിന്റെയും അധികാരം മുഴുവനുമുള്ളൊരു രാജാവ്, അവൻ പരിശുദ്ധൻ തന്നെ. വഹു അതേ വൈലൈഹി തുർജഊൻ, അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ് ഏത് മനുഷ്യരും, അവനിലേക്ക് മടക്കപ്പെടുന്നവർ തന്നെ. ആ മനുഷ്യന് ശരിയായ ആത്മീയ ചിന്തയുണ്ടാകണോ,
അവന്റെ മനസ്സ് റബ്ബിലേക്ക് തിരിക്കുന്ന ചിന്തകൾ ചിന്തിക്കണം. അവന്റെ ദൗർബല്യത്തെക്കുറിച്ച് അവൻ ആലോചിക്കണം. അല്ലാഹുവിന്റെ കഴിവ്, അല്ലാഹുവിന്റെ അധികാരം, അതിലേക്ക് അവന്റെ മനസ്സ് തിരിയണം. അതാണ് സുഹൃത്തുക്കളെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? വഅമില സാലിഹാ. അവൻ വെറും പ്രസംഗിക്കലല്ല, അവൻ വെറും എഴുതലല്ല, അവൻ നല്ല കാര്യം പ്രവർത്തിക്കുന്നുണ്ട്. ഓ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്ത് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച നിയമങ്ങൾ, ആ ഖുർആൻ ഓതിത്തന്ന ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നിയമങ്ങൾ, ആ നിയമങ്ങളിൽ മനുഷ്യകുലത്തിന് അപകടമുള്ള വല്ല നിയമങ്ങളും ചൂണ്ടിക്കാണിക്കാൻ ലോകത്തേതെങ്കിലും ഒരു മതവിരോധിക്ക് കഴിയുമോ? മനുഷ്യനാവശ്യമുള്ള വല്ല വിഷയങ്ങളും ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയാൻ ലോകത്താർക്കെങ്കിലും കഴിയുമോ? അതേ ഇസ്ലാം പഠിപ്പിച്ച നീതി, അങ്ങനെ ഒരു നീതി പഠിപ്പിച്ച വല്ല മതത്തെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞാൻ ഈ അടുത്ത് മുതഅല്ലിമീങ്ങൾക്ക് ഫത്ഹുൽ മുഈൻ ഓതിക്കൊടുക്കുകയായി. ആ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ ഒരു നിയമം എന്നെ കുറെ സമയം ഇരുത്തി ഇങ്ങനെ ചിന്തിപ്പിച്ചു. എന്താണ് നിയമം? 10 മക്കളുള്ള ഒരാൾ അദ്ദേഹത്തെ പട്ടാപ്പകൽ റോട്ടിന്റെ മേലെ നിന്ന് ഒരു അക്രമി കുത്തിക്കൊന്നു കളഞ്ഞു. ആ കൊല്ലുന്നത് പലരും കണ്ടു, കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മക്കളും കണ്ടു. അങ്ങനത്തെ കാലഘട്ടമാണല്ലോ. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപന ക്ലാസ്സിൽ കയറി കൊല്ലുന്ന കാലം, ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ നിന്ന് കൊല്ലുന്ന കാലം, മക്കളും ഭാര്യമാരും ഒക്കെ ഒത്തൊരുമിച്ച് പോകുമ്പോൾ തടുത്തു നിർത്തി വെട്ടിക്കൊല്ലുന്ന കാലം. അങ്ങനെയുള്ള ഭീകരവാദികളുടെ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. തടുക്കാൻ സാധിച്ചില്ല, കൊല്ലപ്പെട്ടുപോയി. എന്നാ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം എന്താ? ഫത്ഹുൽ മുഈൻ പറഞ്ഞ നിയമം എന്താ? ഫത്ഹുൽ മുഈൻ പറഞ്ഞു, അദ്ദേഹത്തെ കൊന്ന മനുഷ്യനെ ആ കൊല കോടതിയുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടതിന് ശേഷം ഇല്ലാ ബിഇദ്നിൽ ഇമാമി ഔ നാഇബിഹി, ഒരിക്കലും തന്നെ ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കി ഭരണാധികാരി അനുമതി കൊടുക്കാതെ അദ്ദേഹത്തെ പകരം കൊല്ലാൻ സ്വന്തം മക്കൾക്ക് അധികാരമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ തീവ്രവാദമുണ്ട്, ഇസ്ലാമിൽ ഭീകരവാദമുണ്ട്. ഈ കൊല്ലുന്നത് നേരിൽ കണ്ടതാണെങ്കിൽ പോലും വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ലാ യസ്തഹിഖുൽ ഖബദ, അതേ ലാ യസ്തഖില്ലു, ഒരിക്കലും തന്നെ അവകാശികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അവർ കോടതിയിൽ കേസ് കൊടുത്ത് തെളിയിച്ച് കോടതി മുഖേന അനുമതി വാങ്ങാതെ ആ മനുഷ്യനെ കൊല്ലാൻ പാടില്ല. ഇല്ലാ ബിഇദ്നിൽ ഇമാമി ഔ നാഇബിഹി. ഇപ്പൊ നമ്മളെ രാജ്യത്ത് നിങ്ങൾ നോക്കി, എന്തൊക്കെ തീവ്രവാദങ്ങൾ ഏത് പാർട്ടിയുടെ പേരിലാണെങ്കിലും ഏത് സമുദായത്തിന്റെ പേരിലാണെങ്കിലും ഒക്കെ നിയമം കയ്യിലെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഫത്വയിൽ പോയത് പാടില്ല എന്നല്ലേ പറഞ്ഞു. ഇനി നിങ്ങൾ കണ്ടോ, 10 മക്കളുണ്ട്. ഇസ്ലാമിന്റെ ഒരു രീതി ഞാൻ പറയാം. അങ്ങനെ ബാപ്പാനെ കൊന്ന വകയിൽ ആ ബാപ്പാനെ കൊന്ന മനുഷ്യനെ കൊല്ലാൻ കോടതി വിധിച്ചു. 10 മക്കളെ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, എന്റെ ബാപ്പാനെ കൊന്നാളെ എന്റെ കൈകൊണ്ട് കൊല്ലണം. അപ്പൊ മറ്റേ മാമൻ പറഞ്ഞ അതുപോലെ എന്റെ ബാപ്പയാണ്, അവിടെ എനിക്ക് കൊല്ലണം. ഇങ്ങനെ 10 ആൾ തർക്കായാൽ എന്താ ചെയ്യാം? എന്റെ ബാപ്പാനെ കൊന്നവൻ എന്റെ കൈകൊണ്ട് കൊല്ലണം എന്ന് അയാൾ പറയാം. അങ്ങനെ 10 ആളും പറയാം. എന്നാ ഇസ്ലാമിന്റെ കോടതി എന്താ വിധിക്കുക?
ഇസ്ലാമിന്റെ ഒരു 10 ആൾ കൂടി കൊന്നോളൂ എന്നല്ല പറയാം. പിന്നെ നിങ്ങൾക്കിടയിൽ നറുക്കെടുപ്പ് നടത്തിയിട്ട് നറുക്ക് വരുന്ന ആൾ കൊന്നോളൂ എന്ന് പറയും. അവിടെ നറുക്കെടുപ്പ് നടത്തും. കാരണം നീതിയാണ്, എല്ലാരെയും ബാപ്പിയാണ്. അതുകൊണ്ട് നറുക്കെടുപ്പ് നടത്തിയിട്ട് ഒരാളെ ഏൽപ്പിക്കും. ഇസ്ലാമിന്റെ നിയമം. ഇനി 10 ആള്, ഞാനൊരു ചെറിയ സാമ്പിൾ പറയാം. 10 മേലുള്ള ബസ്സിലെ പറയാം. 10 മക്കളുണ്ട്. 9 മക്കളും പറഞ്ഞു ഞങ്ങളെ വാപ്പാനെ കൊന്നാളെ കൊല്ലണം. ഒരു മകൻ പറഞ്ഞു കോടതിയോട് കൊല്ലണ്ട, നഷ്ടപരിഹാരം വാങ്ങിയാൽ മതി. കാരണം അയാൾ ചിന്തിച്ചത് എന്റെ ബാപ്പ ഏതായാലും മരിച്ചുപോയി, ഞങ്ങള് ബാപ്പയില്ലാതെ മക്കൾ. ഇനി ഇയാളെ കൊന്നാൽ ഇയാൾക്കൊരു 10 മക്കളുണ്ട്, അമ്മക്കൊക്കെ ബാപ്പയില്ലുണ്ടാവും. പിന്നെയോ അയാളെ കുടുംബം പട്ടിണി. അതുകൊണ്ട് നമുക്ക് എന്താ കാര്യം, ബാപ്പ തിരിച്ചു വരികയില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നു പകരം കൊല്ലണ്ട, നഷ്ടപരിഹാരം തന്നാൽ മതി. ഇസ്ലാമിന്റെ നിയമം അയാളെ പകരം കൊല്ലാൻ പറ്റൂല. കാരണം ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു പോയി, ഇനി പകരം കൊല്ലാൻ പറ്റൂല, നഷ്ടപരിഹാരം വാങ്ങാനേ പറ്റൂ. ഈ രൂപത്തിൽ ഏത് വിഷയം വന്നാൽ ഏറ്റവും വലിയ നീതി കാണിക്കുന്ന നിയമങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ എവിടെ നോക്കിയാൽ ഏത് വിഷയത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം അവിടെ പൂർണ്ണ നീതി. ഒരിക്കലും ഭാര്യയെ പീഡിപ്പിക്കാൻ പറ്റൂല, ഒരിക്കലും ഭർത്താവിനെ വഞ്ചിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ തീരെ അനുസരിക്കുന്നില്ല. ഭാര്യ ഭയങ്കര തഖ്വ പ്രകടിപ്പിക്കുക, ഭർത്താവിന് തഖ്വ പോരാന്നാ അവളെ കംപ്ലൈന്റ്. തഖ്വ പ്രകടിപ്പിക്കുക, ഭർത്താവ് പറയുന്ന ഒന്നും അവളെ അനുസരിക്കാൻ തയ്യാറില്ല. അവള് ഭർത്താവിന്റെ സമ്മതമില്ലാതെ കാറ് പലർക്കും ഓടിക്കാൻ കൊടുക്കുക, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഇവൾ ഇറങ്ങിപ്പോവുക, ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ആളോട് സംസാരിക്കുക, ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ആൾക്ക് ഫോൺ ചെയ്യുക, ഭർത്താവ് ഇഷ്ടപ്പെടാത്ത പലരോടും സംസാരിക്കുക. ദുരുദ്ദേശമൊന്നുമില്ല, സദുദ്ദേശമായിരിക്കാം. എന്നാൽ തന്നെയും ചെയ്യുന്നത് മുഴുവനും ഹറാമല്ലേ ആ പെണ്ണ്. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക്, അതേ അയ്യും അംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നുപോയി. ബാപ്പാന്റെ പൊരുത്തം മാത്രം പോരാ, ഉമ്മാന്റെ പൊരുത്തം മാത്രം പോരാ, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം പോരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം മാത്രം പോരാ, അല്ലാഹുവിന്റെ പൊരുത്തം വേണം, അവന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തം വേണം, മഹാന്മാരെ പൊരുത്തം വേണം, ഉമ്മ ബാപ്പമാരെ പൊരുത്തം വേണം, ഭർത്താവിന്റെ പൊരുത്തം വേണം. അങ്ങനെ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, സ്വന്തം ഭാര്യമാരെ തല്ലുന്ന ചിലരില്ലേ, സ്വന്തം ഭാര്യമാരെ ചീത്ത പറയുന്നവരില്ലേ, ചെറിയ കാരണത്തിന് വേണ്ടി, ചെറിയ വിഷയത്തിന് വേണ്ടി ആ പാവപ്പെട്ട പെണ്ണിനെ കൊണ്ട് കരയിപ്പിക്കുന്നവരില്ലേ, മനസ്സ് വേദനിപ്പിക്കുന്നവരില്ലേ, ഭാര്യന്റെ ഉമ്മനെ പറയുന്നവരില്ലേ, ഭാര്യന്റെ ബാപ്പനെ പറയുന്നവരില്ലേ, ഭാര്യന്റെ മനസ്സ് വേദനിക്കുന്ന സംസാരങ്ങൾ നടത്തി പാവപ്പെട്ട ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് നോക്കി രസിക്കുന്ന ചില ചെറുപ്പക്കാരില്ലേ. മോനെ, നിന്നെ വിചാരണ ചെയ്യുന്നൊരു സമയം വരാനുണ്ട്. നിനക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട റബ്ബിൽ നിന്ന് നിനക്ക് വിട്ടുവീഴ്ച കിട്ടണോ എങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ. നിന്റെ ഭാര്യയിൽ നീ വിവേകശൂന്യമായ പ്രവർത്തനം നടന്നെങ്കിൽ, നിന്റെ കുടുംബത്തിൽ നിന്നോട് മോശമായ നിലക്ക് പെരുമാറിയെങ്കിൽ, അല്ലെങ്കിൽ മോശമായ നിലക്കുള്ള സംസാരം നടന്നെങ്കിൽ, നീ അത് പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്താൽ നിന്റെ ജീവിതത്തിൽ വന്ന അപാകതകൾ അല്ലാഹു നിനക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ അത് കാരണമല്ലേ. അതേ സമയത്ത് അതാ നീതി ലഭിക്കേണ്ട ഭർത്താക്കന്മാരിൽ നിന്ന് അനീതി മാത്രം ലഭിച്ച് വേദനിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. ഞാൻ ചെറിയ സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നതിന് പകരം നിന്ദിക്കുന്ന എത്ര ആളുകളുണ്ട്. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നവരില്ലേ, നിഷ്കളങ്കരായ ആളുകളെ അതാ അനാവശ്യമായി അവരെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ. ചോദിക്കട്ടെ, നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ കയ്യ്, നമ്മുടെ കാല്, നമ്മുടെ മനസ്സ്, നമ്മുടെ
യജമാനായ റബ്ബിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ആ റബ്ബ് ഓരോന്നിനെ കുറിച്ചും ചോദ്യം ചെയ്യുന്ന ഒരു സന്ദർഭം ഓരോ മനുഷ്യനും വരാനില്ലേ? അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം, ആ ദിവസത്തിൽ രക്ഷപ്പെടാൻ എന്താണ് വേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം സ്വീകരിക്കലാണ്, നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെ ഉപദേശം സ്വീകരിക്കലാണ്. ആ നിലക്ക് അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരം അതൊരിക്കലും ഖളായി പോകാതെ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. കഴിവുള്ളവന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്, നോമ്പെടുക്കേണ്ടതുണ്ട്, ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്, ഉംറ ചെയ്യേണ്ടതുണ്ട്, കുടുംബബന്ധം ചേർക്കേണ്ടതുണ്ട്, അയൽവാസികൾക്ക് നന്മ ചെയ്യേണ്ടതുണ്ട്, പ്രായമുള്ളവരെ ആദരിക്കേണ്ടതുണ്ട്, ഉമ്മയെയും ബാപ്പയെയും ഉപ്പാപ്പയെയും ഉമ്മാമയെയും ബാപ്പന്റെ കുടുംബത്തെയും ഉമ്മയുടെ കുടുംബത്തെയും പരിഗണിക്കേണ്ടതുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നവന് ദുആക്ക് ഇജാബത്തില്ല, അവന്റെ പാപങ്ങളല്ല പൊറുക്കുന്നില്ല, അവന്റെ അമലുകളല്ല സ്വീകരിക്കുന്നില്ല. അത് റജബ് 20 ആണെങ്കിലും ശരി, ശഅബാൻ 15 ആണെങ്കിലും ശരി, അല്ല ലൈലത്തുൽ ഖദ്ർ തന്നെയാണെങ്കിലും ശരി, കുടുംബബന്ധം മുറിക്കുന്നവന്റെ ദുആക്ക് ഇജാബത്തില്ല, അവന്റെ അമല് സ്വീകരിക്കപ്പെടുന്നില്ല. പലപ്പോഴും സംഘടനാ പ്രവർത്തകന്മാരായി ദീനിന്റെ ഖാദിമീങ്ങളായി രംഗത്ത് വരുന്നവർ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് പരസ്പരം വൈരാഗ്യം വെക്കുന്നവരില്ലേ, പരസ്പരം വിദ്വേഷം വെക്കുന്നവരില്ലേ, പരസ്പരം എതിർക്കുന്നവരില്ലേ, കിട്ടുന്ന സമയത്തൊക്കെ ഒരാള് മറ്റൊരാളെ കുറ്റം പറയുന്നവരില്ലേ, എപ്പോഴും ഒരാള് മറ്റൊരാളെ ആക്ഷേപിക്കുന്നവരില്ലേ, എപ്പോഴും മറ്റുള്ളവനെ അവഗണിക്കണമെന്ന് തോന്നുന്നവരില്ലേ, എന്നെ പരിഗണിക്കണമെന്ന് തോന്നുന്നവരില്ലേ, ഞാനൊരു പരിഗണിക്കപ്പെടേണ്ടവനാണെന്ന ചിന്ത വരാറില്ലേ, അവൻ അവഗണിക്കപ്പെടേണ്ടവനാണെന്ന തോന്നലുണ്ടാകാറില്ലേ? വാസ്തവത്തിൽ ആരാണ് റബ്ബിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവൻ, ആരാണ് റബ്ബിന്റെ അടുക്കൽ അവഗണിക്കപ്പെടുന്നവൻ? ഒന്നും അറിയാതെ മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ? ഈ ഒരു ചിന്ത മനുഷ്യന്റെ മുഴുവൻ നന്മകളെയും നശിപ്പിക്കുന്ന ചിന്തയാണ് എന്ന് മാത്രമല്ല, നീ ലക്ഷക്കണക്കിന് ഉറുപ്പിക സംഭാവന കൊടുത്താലും, നീ 24 മണിക്കൂറും പോസ്റ്ററും നോട്ടീസും എടുത്തൊട്ടിക്കാൻ നടന്നാലും സ്വീകരിക്കപ്പെടൂല. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു അമല് സ്വീകരിക്കുകയുള്ളൂ. തഖ്വയുടെ ഉറവിടം എവിടെയാണ് ചെറുപ്പക്കാരെ? അതെ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. ഭക്തി ഇവിടെയാണ്, ഭക്തി ഇവിടെയാണ്, ഭക്തി ഇവിടെയാണ്. അഥവാ മനുഷ്യന്റെ മനസ്സ് ഭക്തിയുള്ളതാകണം. മനുഷ്യന്റെ മനസ്സ് ഭക്തിയില്ലാതെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അല്ലാഹു ഖബൂൽ ചെയ്യൂല. അതുകൊണ്ട് തന്നെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യനും മറ്റൊരു മുഅ്മിനായ മനുഷ്യനും തമ്മിൽ മിണ്ടാതിരുന്നാൽ, 3 ദിവസത്തിലധികം മിണ്ടാതിരുന്നാൽ ആ മനുഷ്യന്റെ ഒരു സൽക്കർമ്മവും അല്ലാഹു ഖബൂൽ ചെയ്യൂല. മലക്കുകളോട് അല്ലാഹു പറയും, അവരുടെ അമലുകൾ പെൻഡിങ്ങിൽ വെക്കൂ. അവർ രണ്ടാളും ഒന്ന് പരസ്പരം സലാം പറഞ്ഞ് പരസ്പരം പൊരുത്തപ്പെട്ട് നന്നാകട്ടെ. അത് നന്നാകാത്ത കാലത്തോളം ഇതാ അവരെ അമല് സ്വീകരിക്കണ്ട. പേരോടിന്റെ വകയിൽ പറഞ്ഞതല്ല. നിങ്ങളും അവനും തമ്മിൽ ഒരു ചെറിയ തെറ്റില്ലേ, ഒന്ന് സലാം ചൊല്ലി നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോ അവൻ എന്നോട് ചെയ്ത തെറ്റെനിക്ക് മറക്കാൻ കഴിയൂല, ഞാനതൊരിക്കലും പൊരുത്തപ്പെടൂല. അവനോട് ഞാൻ സലാം പറയൂല, അവൻ സലാം ചൊല്ലിയാ ഞാൻ മടക്കൂല. ഞാനും അവനും ഒരു സ്റ്റേജിൽ ഇരിക്കൂല, ഒരു സദസ്സിൽ പങ്കെടുക്കൂല, ഞാനും അവനും കൂടി ഒരു സംഘടനയിൽ ഉണ്ടാകൂല. ഇങ്ങനെ ചിന്തിക്കുന്ന മനസ്സുകളില്ലേ,
അതൊന്നും തഖ്വയുള്ള മനസ്സുകളല്ല, ശൈത്താൻ സ്വാധീനം ചെലുത്തിയ മനസ്സുകളാണ്, ഇബ്ലീസ് മുട്ടയിട്ട മനസ്സുകളാണ്. ആ മനസ്സുകളൊക്കെയും കഴുകി വൃത്തിയാക്കി സാലിഹീങ്ങളുടെ ചിന്താഗതിയിലേക്ക്, ഔലിയാക്കളുടെ നയപരിപാടികളിലേക്ക് മനുഷ്യൻ നീങ്ങാൻ ഒരുക്കമുണ്ടെങ്കിലല്ലാതെ മനുഷ്യന് ആത്മീയ പുരോഗതിയില്ലാകട്ടോ. സുഹൃത്തുക്കളെ, കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ആത്മീയ ചിന്തയുള്ള, ആത്മീയ ബോധമുള്ള ഒരു നേതാവാണ്. ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരാൾ ഇരുന്ന് കുറ്റം പറയുന്ന ഒരനുഭവമുണ്ടായി. അദ്ദേഹം കുറ്റം പറഞ്ഞതൊക്കെയും മറ്റൊരാൾ എന്ന മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. നിങ്ങളെ ഇന്ന ഒരാൾ കുറെ ചീത്ത പറയുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തോട് വൈരാഗ്യം തോന്നിയില്ല, വിദ്വേഷം തോന്നിയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമല്ലേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഗിസ്സുൽ ലിഅഹദിൻ ഫഫഅൽ. മോനെ അനസേ, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും വൈരാഗ്യമില്ലാതെ, ഒരാളോടും വെറുപ്പില്ലാതെ, എത്ര തന്നെ നിന്നെ ചീത്ത പറഞ്ഞാലും അവഗണിച്ചാലും അവമതിച്ചാലും കല്ലെറിഞ്ഞാലും മനസ്സിന് വിദ്വേഷമില്ലാതെ, പകയില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ജീവിച്ചോ അനസേ. കാരണം അതെ, അങ്ങനെ ജീവിക്കുക എന്നത് മിൻ സുന്നത്തി, എന്റെ നടപടികളിൽ പെട്ടതാണ്. മൻ അഹ്യാ സുന്നത്തി, എന്റെ നടപടി വല്ലവനും സജീവമാക്കിയാൽ ഫഖദ് അഹബ്ബനി, അവനെന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി, എന്നെ വല്ലവനും സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ കടക്കണമെന്ന ചിന്തയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകന്മാരെ, സ്വർഗത്തിൽ കടക്കണമെന്ന ചിന്തയിൽ അശ്അരിയയുടെ മുറ്റത്തെത്തിയ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, സന്താനങ്ങളോട്, ഉമ്മവാപ്പയോട്, എട്ടാനുജന്മാരോട്, പെങ്ങന്മാരോട്, അയൽവാസികളോട്, കുടുംബങ്ങളോട്, സഹപ്രവർത്തകരോട്, ഒരേ കമ്മിറ്റിയിലുള്ളവരോട്, ഒരേ സംഘടനയിലുള്ളവരോട്, ഒരേ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് മനസ്സിന്റെ ഉള്ളിൽ വൈരാഗ്യം ശൈത്താനിട്ട് തരുമ്പോ, ലോകത്തിന്റെ മുഴുവനും നേതാവായ സർവ്വജനങ്ങളെയും സംസ്കരിക്കാൻ വന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഉപദേശം ഖൽബിൽ ഓർമ്മ വേണേ. മോനെ അനസേ, ഒരാളോടും വിദ്വേഷമില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ ജീവിച്ചോ അനസേ, അതെന്റെ ചര്യയിൽപ്പെട്ടതാണ്. എന്റെ ചര്യ വല്ലവനും സജീവമാക്കിയാൽ അവൻ എന്നെ സ്നേഹിച്ചവനാണ്. എന്നെ വല്ലവനും സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രസ്താവന മനസ്സിൽ നല്ല ഓർമ്മയുള്ള മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വലിയ ആത്മീയ നേതാവാണ്. ധാരാളം മുരീദന്മാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, ധാരാളം ആളുകൾ ഇൽമു പഠിക്കുന്നുണ്ട്. ഉന്നത നേതാവാണ്. അലി ഇബ്നു അബീ താലിബിനെ പോലുള്ള മഹാന്മാരുടെ ശിഷ്യനാണ്. സൂഫിയാക്കളെ നേതാവാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളെ ഇന്ന ഒരാൾ കുറ്റം പറയുന്നു എന്ന് കേട്ട് പറഞ്ഞപ്പോ മഹാനവറുകൾ എന്തു ചെയ്തു? ഒരു കൊട്ട ഇങ്ങോട്ട്, ഒരു കൊട്ട ഇങ്ങോട്ടെടുത്തു. ആ കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ചു. ആ കൊട്ടയെടുത്ത് തലയിൽ വെച്ചു. നേരെ കുറ്റം പറയുന്നവന്റെ വീട്ടിലേക്ക് അങ്ങ് പോയി. ആ കൊട്ട നിറയെ ഈത്തപ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ആഖിറത്തിലേക്ക് നീ സമ്പാദിച്ചു വെച്ച പലതും എനിക്ക് ഹദിയ ചെയ്യുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ച ഒരു ഹദിയ നിനക്ക് പകരം തരാനാണ് ഞാൻ വന്നത്. ഈത്തപ്പഴം കൊടുത്തു. ആർക്ക് കുറ്റം പറഞ്ഞാൽ നമ്മളോ മരിക്കുന്നവരെ മിണ്ടൂല.
മരിക്കുന്നവരെ സലാം പറയൂല, അവനുള്ള ബൈക്ക് ഞാൻ പോവൂല, അവൻ കയറുന്ന സ്റ്റേജുമ്പോ തന്നെ ഞാൻ കയറൂല. ഇങ്ങനെയല്ല ആത്മീയമായ പ്രവർത്തനം. ആത്മീയമായ പുരോഗതിയുള്ള ഒരു മനുഷ്യന് ആരോടും വൈരാഗ്യം ഉണ്ടാവില്ല. അവന് മനസ്സിന് വിഷമമുണ്ടാവും, വിദ്വേഷം ഉണ്ടാവും, വെറുപ്പുണ്ടാവും. ആരോടും? അമ്പിയാക്കളെ കുറ്റം പറയുന്നവനോട്, ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്നവനോട്, അതുപോലെ ദീൻ പിച്ച് ചീന്തുന്നവനോട്, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവനോട്, ദീൻ നശിപ്പിക്കുന്നവനോട് അവന്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ വെറുപ്പുണ്ടാവും. എന്തുകൊണ്ട്? അവൻ അള്ളാഹുവിന്റെ ശത്രുവാണ്. പല ആളുകളും ടെലിഫോൺ ചെയ്തിട്ട് പറയും, ഉസ്താദേ ഉടനെ ഒരു പരിപാടി കണ്ട നിങ്ങളെ വല്ലാതെ ചീത്ത പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ ക്ലിപ്പ് കുറെ കേൾപ്പിച്ചിരിക്കുന്നു. നമ്മളെ ചീത്ത പറഞ്ഞ നമുക്കെന്താ? അൽഹംദുലില്ലാഹ് ഖൈർ എന്നല്ലാതെ. നേരെ മറിച്ച് അതാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ നിസ്സാരപ്പെടുത്തിയിരിക്കുന്നു. ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ കഫറാക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ അനുയോജ്യമല്ലാത്തത് പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിനെതിരായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അവിടെയാണ് നമുക്ക് വികാരം ഉണ്ടാകേണ്ടത്, അവിടെയാണ് നമുക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാകേണ്ടത്. എന്നെ കുറെ പറഞ്ഞു തന്നെ നമുക്ക് എന്താണ്? കുറെ പറഞ്ഞോട്ടെ, നമുക്കെന്താ? നമുക്കതുകൊണ്ട് എന്തെങ്കിലും ഉരുണ്ടു പോവോ? അള്ളാഹു നിശ്ചയിക്കാത്തത് ആരെങ്കിലും വാങ്ങിത്തരുമോ? അള്ളാഹു നിശ്ചയിച്ചത് തടഞ്ഞു വെക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇതില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് ആരോടും വ്യക്തിപരമായ വിദ്വേഷത്തിന് അവകാശമില്ല. ആര് എത്ര പുകഴ്ത്തി പറഞ്ഞാലും അവന്റെ മനസ്സിൽ അതുകൊണ്ട് സന്തോഷം വരൂല. കാരണം പുകഴ്ത്തുന്നതിനനുസരിച്ച് അല്ലാഹുവേ അത്ര യോഗ്യത എനിക്കില്ലല്ലോ, അതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുതേ എന്ന ചിന്തയാണ് അവന്റെ മനസ്സിൽ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നടന്നിങ്ങനെ പോകുന്നു. ചിലരൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു, അതാ പോകുന്നു ഇമാം അബൂ ഹനീഫ. രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫ തങ്ങൾ മനസ്സ് വേദനിക്കുന്നു. അല്ലാ നീ എന്നെ ശിക്ഷിക്കരുതേ. ജനങ്ങൾ എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ഞാൻ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്നുവെന്നാണ്. ഞാൻ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കാറില്ല. ഫർള് നിസ്കാരത്തിന്റെ പുറമെ രാത്രിയുടെ പകുതി ഭാഗം മുഴുവനും ഞാൻ നിസ്കരിക്കാറുണ്ട്. അതിന്റെ ബാക്കി സമയം ഞാൻ വിശ്രമിക്കാറുണ്ട്. ഞാൻ തീരെ വിശ്രമിക്കാതെ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വ്യക്തിയാണെന്ന് എന്നെപ്പറ്റി ചിലരതാ പുകഴ്ത്തി പറയുന്നു. അതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുതേ അല്ലാഹ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പടച്ചവനോട് മാപ്പ് ചോദിക്കുന്നു. നമ്മളെ മനസ്സോ നമ്മുടെ ആത്മീയ ചിന്തയോ സുബ്ഹാനല്ലാഹ് സ്വാഗതം പറയുമ്പോൾ ഒന്ന് വിട്ടുപോയാൽ, സുബ്ഹാനല്ലാഹ് പറയുന്ന സമയത്ത് ശൈഖുനാന്നോ മൗലാനാന്നോ അല്ലെങ്കിൽ അതാ ഉസ്താദ് എന്നോ അല്ലെങ്കിൽ ശൈഖ് എന്നോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടാന്നോ കൂട്ടി പറയാതെ വെറും ഒരു പേരൊരാളെ നാവ് കൊണ്ടങ്ങ് പറഞ്ഞു പോയാൽ അപ്പോഴേക്ക് മുഖം കറുത്തുപോയില്ലേ? ഞാൻ പങ്കെടുത്ത യോഗത്തിൽ പിറ്റന്നത്തെ റിപ്പോർട്ടിൽ എന്റെ പേര് കണ്ടില്ലെങ്കിൽ അടുത്ത യോഗത്തിന് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചില്ലേ? സ്വാഗതം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയില്ലേ? നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത യോഗത്തിൽ സെക്രട്ടറിയെ മാറ്റണമെന്ന അഭിപ്രായം വന്നില്ലേ? ഈ രൂപത്തിൽ ദുന്യാവിന്റെ ചിന്തകളുമായുള്ള പ്രവർത്തനം ആത്മീയ പ്രവർത്തനമല്ല, ആത്മീയ ചിന്തയല്ല. അത്തരം പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ സ്വർഗം കണി കാണേണ്ടതില്ല. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. സ്വർഗമാകുന്ന വീട് നബിയെ നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത് ആർക്കാണ്? ഉന്നത സ്ഥാനമാനം ചിന്തിക്കാതെ, ദുന്യാവിലുള്ള സ്ഥാനമാനം ചിന്തിക്കാതെ, ഒരു ഫസാദും ഒരു നാശവും ഉണ്ടാക്കാതെ, ഒരു ഫസാദും പറയാതെ, ഒരു ഫസാദും ചെയ്യാതെ, നന്മ മാത്രം ലക്ഷ്യം വെച്ച് ദീനിന്റെ ഖിദ്മത്തെടുക്കുന്നവരും നന്മയിലായി ജീവിക്കുകയും ചെയ്യുന്ന ഭക്തിയുള്ള മനുഷ്യനുള്ളതാണ്
സ്ഥലമാണ് സ്വർഗലോകം. ഈ ചിന്ത നമ്മളെ ഖൽബിൽ എപ്പോഴും സൂക്ഷിക്കണേ മുഅ്മിനീങ്ങളെ. ആ ഒരു ചിന്ത പാവപ്പെട്ട എന്റെ മനസ്സിൽ എന്നും നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആത്മീയമായ ചിന്തകളുള്ള മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മനസ്സിൽ ഒരിക്കലും തന്നെ അഹങ്കാരത്തിന്റെ ചിന്ത വന്നുകൂടരുത്. ഒരിക്കലും തന്നെ അസൂയയുടെ മനസ്സ് വന്നു ചേരരുത്. ഒരിക്കലും തന്നെ വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും വക്താവാകരുത്. അതേപോലെ തന്നെ ഏത് മനുഷ്യനും വിട്ടുവീഴ്ച ചെയ്യാനുള്ളൊരു വിശാലമായ മനസ്സ്, ആരെയും തെറ്റിദ്ധരിക്കാതിരിക്കാനുള്ളൊരു വിശാലമായ മനസ്സ്. നമ്മുടെ നാവ് കൊണ്ടൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു മരം നട്ടില്ലേ, ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ അതാ അത് ആകാശലോകങ്ങൾ നിറക്കുന്ന മീസാന് നിറക്കുന്ന അമലായില്ലേ. അല്ലാഹു അക്ബർ പറഞ്ഞാൽ നമുക്കത് വലിയ പ്രതിഫലമായില്ലേ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ചുരുങ്ങിയത് 10 റഹ്മത്ത് നമുക്ക് ലഭിച്ചില്ലേ. ഈ നാവ് കൊണ്ട് നമ്മൾ എന്തിന് മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറയണം? എന്തിന് ഗീബത്ത് പറയണം? എന്തിന് നമീമത്ത് പറയണം? എന്തിന് ഫസാദ് പറയണം? എന്തിന് മറ്റൊരാളെ കുറ്റം പറയണം? വേണ്ട വേണ്ട. ഒരു ദിവസം പരിശുദ്ധ ഖുർആനിൽ എത്ര പേജ് ഓതാൻ കഴിയും? ഒരു ദിവസം എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ കഴിയും? ഒരു ദിവസം എത്ര സലാത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും? ഒരു ദിവസം എത്ര ഇൽമു പഠിക്കാൻ കഴിയും? പഠിച്ച ഇൽമ് എത്ര ഇഖ്ലാസോടെ പറയാൻ കഴിയും? ആ ഇൽമിന് വേണ്ടി എന്ത് സേവനം ചെയ്യാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ദുനിയാവ് മുഴുവൻ വിദ്യാർത്ഥികളെയും പിടികൂടുന്നൊരു കാലഘട്ടമാണിത്. ഓ മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ ഓർക്കണം, ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു വാക്ക് ഇന്ന് രാവിലെ സിറാജുൽ ഹുദയിലെ ദഅവാ കോളേജിലെ കുട്ടികളെ ഇരുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവിയുടെ ഒരു വാക്ക്, ഇൽം അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത് വ ഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഉറപ്പിച്ചു വെക്കണം മുതഅല്ലിമീങ്ങൾ, ഉറപ്പിച്ചു വെക്കണം മുഅ്മിനീങ്ങൾ. ഇൽം അറിയണം, ഉറപ്പിക്കണം. എന്താണ് തന്നെ ഇസ്തിഖാല ബിൽ ഇൽം? ഇൽമുമായി ജോലിയാകൽ മിൻ അഫ്ളലി ത്വാഅത്ത്, അല്ലാഹുവിന് ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിൽപ്പെട്ടതാണ്. വ ഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്, സമയം ചെലവഴിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടതാണത് ഇൽമു കൊണ്ട് ജോലിയാകും. സമയം എന്നത് നമുക്കറിയാം, 10,000 കോടി ഉറുപ്പിക കൊടുക്കാമെന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് സമയം വിലക്ക് വാങ്ങാൻ കഴിയില്ല. അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഏറ്റിത്തരുമാറാകട്ടെ. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വ ഹസന അമലുഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാർ മൻ ത്വാല ഉംറുഹു വ ഹസന അമലുഹു, ദീർഘായുസ്സ് ലഭിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുകയും ചെയ്തവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഡ്യൂട്ടി ടൈം കൂടുതൽ ലഭിച്ച് ഡ്യൂട്ടി നടത്തുന്ന ആളുകൾക്ക് അതിന്റെ പാരിതോഷികങ്ങളും ഫലങ്ങളും ലഭിക്കുമെന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ദീർഘായുസ്സ് ചോദിച്ചു വാങ്ങേണ്ട ഒരു വിഷയമാണ്. സൽക്കർമ്മത്തോടുകൂടിയുള്ള ദീർഘായുസ്സായിരിക്കണം, ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സായിരിക്കണം. അല്ലാഹു തആല നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും അത് നൽകുമാറാകട്ടെ. എന്റെ ചെറുപ്പക്കാരെ, ജോലിയെടുക്കണം. ജോലിയെടുക്കുന്നത് തെറ്റല്ല. ആത്മീയ ചിന്തയുള്ളത് കൊണ്ട് ജോലിയെടുത്തുകൂടുന്നില്ല, വെറുതെ നടക്കാൻ പാടില്ല. തൊഴിലെടുക്കണം. തൊഴിലെടുത്തുണ്ടാകുന്ന ഭക്ഷണം, തൊഴിലെടുത്ത് കഴിക്കുന്ന ഭക്ഷണം, അത് ഏറ്റവും നല്ല ഭക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തൊഴിലെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളെ നിയ്യത്ത് നന്നാക്കുക. എന്റെ ബാപ്പയ്ക്ക്, എന്റെ ഉമ്മക്ക് സംരക്ഷണം നൽകണം, എന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം, എന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകണം, എന്റെ മക്കളെ മദ്രസയിലും അതുപോലെ സ്കൂളിലുമൊക്കെ പഠിപ്പിക്കണം, എനിക്കും മഈശത്ത് കഴിയണം, അത് മറ്റൊരാളോട് യാചിക്കാതെ മാനമായി കഴിയണം. അതിനുവേണ്ടി ഞാൻ തൊഴിലെടുക്കാൻ പോവുകയാണെന്ന നിയ്യത്തോടെ നിങ്ങൾ ഇറങ്ങി നടക്കുന്ന ഓരോ ചവിട്ടടികളും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. നിങ്ങൾ തിരിച്ചു വരുന്ന ഓരോ വരവും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. നിങ്ങൾ അവിടെ ചെന്നെടുക്കുന്ന ഏത് കമ്പനിയിൽ ജോലിയെടുത്താലും ഹലാലായ ജോലികളാണോ ആ ജോലിയെല്ലാം നിങ്ങൾക്ക് പ്രതിഫലാർഹമാണ്. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള അധ്വാനം എന്ന നിലക്കായിരിക്കണം നമ്മൾ
ജോലി എടുക്കുന്നത്. ബിസിനസ്സുകാരോട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, അതി അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സദീഖീന വസ്സുഹദാ. അത്താജിറു സദൂഖുൽ അമീൻ, സത്യവാനായി ബിസിനസ് നടത്തുന്ന വ്യക്തികൾ. അൽ അമീൻ, പരിപൂർണ വിശ്വസ്തരായി ബിസിനസ് നടത്തുന്നവർ. ചതിക്കുന്നില്ല, വഞ്ചനയില്ല, വാക്കിലംഘിക്കുന്നില്ല, കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുന്നില്ല, ആരെയും പറഞ്ഞു പറ്റിക്കുന്നില്ല. സത്യസന്ധമായ വിധത്തിൽ ബിസിനസ് നടത്തുന്ന സത്യവാനായ വിശ്വസ്തനായ ബിസിനസ്സുകാരൻ. മഅൻ നബിയ്യീന വസ്സദീഖീന വസ്സുഹദാ, അമ്പിയാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെയാണെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും തന്നെ പണ്ഡിതന്മാര് മാത്രമാണ് സ്വർഗത്തിൽ കടക്കുന്നതെന്നോ, അല്ലെങ്കിൽ അതാ പണ്ഡിതന്മാര് മാത്രമാണ് വിജയിക്കുന്നതെന്നോ പണ്ഡിതന്മാര് ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലും തന്നെ സാധാരണക്കാരൻ നിരാശനാകാൻ പാടില്ല. ഒരിക്കലും തന്നെ സാധാരണക്കാരൻ നിന്ദ്യനാണെന്ന് പണ്ഡിതൻ ചിന്തിക്കാൻ പാടില്ല. ചിലപ്പോൾ പണ്ഡിതന്മാരെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ള സാധാരണക്കാരുണ്ടാകാം. പക്ഷേ ഇൽമിന് പവറുണ്ടെന്ന് ഏതൊരാളും വിശ്വസിക്കണം, മനസ്സിലാക്കണം. ഇൽമിനെ ബഹുമാനിക്കുകയും വേണം. പക്ഷേ ഇൽമുള്ള വ്യക്തികൾ എന്റേത് ഇൽമല്ല എന്നവൻ ചിന്തിക്കണം. കാരണം ഒരു ചെറിയ തവള, ആ തവള ഒരു ചെറിയ തൊണ്ടിന്റെ ഉള്ളിലുള്ളപ്പോൾ ആ തൊണ്ടിലേക്ക് മഴ പെയ്തിട്ട് വെള്ളം കയറുമ്പോൾ ആ തവള മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ വെള്ളം ഇതാണെന്നാണ്. ആ തൊണ്ട് അല്പം വെള്ളത്തിൽ ഒലിച്ചു നീങ്ങുമ്പോൾ ഒരു തോട്ടിലെത്തിയാൽ ഈ തോട്ടിലുള്ള വെള്ളം വളരെ കൂടുതലാണെന്നാണ് തവള മനസ്സിലാക്കുന്നത്. ആ തോട്ടിലെ വെള്ളം ഒരു പുഴയിലെത്തുമ്പോൾ ഞാൻ ഇതുവരെ കണ്ടതൊന്നും വെള്ളമായിട്ടില്ല എന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. ആ പുഴയിലെ വെള്ളം ഒലിച്ചൊരു കടലിലെത്തുമ്പോഴാണ് വെള്ളത്തിന്റെ ഒരു ചെറിയ ശകലം പോലും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലെന്ന് ബോധ്യപ്പെടുന്നത്. ഇതുപോലെ അല്പം പഠിക്കുമ്പോൾ മനുഷ്യന് അഹങ്കാരം വരും. കൂടുതൽ പഠിക്കുമ്പോൾ മനുഷ്യൻ വിനയാന്വിതനാകും. ഒന്നുകൂടി പഠിക്കുമ്പോൾ ഞാനൊന്നും പഠിച്ചിട്ടില്ലെന്ന് ബോധ്യം വരും. ഒന്നുകൂടി പഠിച്ചാൽ എനിക്കൊന്നും അറിയില്ലെന്ന് ബോധ്യം വരും. അങ്ങനെ എത്ര കൂടുതൽ പഠിക്കുന്നുണ്ടോ അത്രയും മനുഷ്യനിക്ക് അറിവ് കുറവാണെന്ന ബോധം വരും. അറിവ് കുറയുമ്പോഴാണ് അഹങ്കാരമുണ്ടാകുന്നത്. അറിവ് കൂടുന്നതിനനുസരിച്ച് മനുഷ്യന് വിനയമാണ് ഉണ്ടാകുന്നത്. അറിവ് കൂടുന്ന സമയത്താണ് വിഷയങ്ങളുടെ വസ്തുതകളെ കുറിച്ച് ചിന്ത വരുന്നത്. ആ ചിന്ത ശരിക്ക് ഹൃദയത്തിൽ കയറുമ്പോഴാണ് സുഹൃത്തുക്കളെ മനുഷ്യൻ പൊട്ടിക്കരയുന്നത്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രയാണ് പൊട്ടിക്കരഞ്ഞത്. എനിക്കും നിങ്ങൾക്കും കരച്ചിൽ വരുന്നില്ല. കാരണം തുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാഉ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ഉരുണ്ടുരുണ്ട് വന്ന കല്ലുകളുണ്ട്, പൊട്ടിക്കീറി വെള്ളമൊലിപ്പിക്കുന്ന കല്ലുകളുണ്ട്. ഓ സുഹൃത്തുക്കളെ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ, അതാ അവിടുത്തെ സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, ഒരു തെറ്റും വന്നു പോകാതെ, അന്യന്റെ ഒരു സ്വത്തും ജീവിതത്തിൽ പെട്ടുപോകാതെ, സുബ്ഹാനല്ലാഹ്, ഭൃത്യനായ ഒരു വ്യക്തി, ആ ഭൃത്യൻ സമ്പാദിച്ചു കൊണ്ടുവന്നത് അനുവദനീയമായ മാർഗത്തിലൂടെ അല്ലെന്ന് കണ്ടപ്പോൾ കഴിച്ച ഭക്ഷണം പൂർണ്ണമായി തൊണ്ടയിൽ വിരലിട്ട് ഛർദ്ദിച്ച് പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്? അല്ലാഹുവേ, എന്നെ ഒരു മരത്തിന്റെ ഇലയായി പടച്ചിരുന്നുവെങ്കിൽ നിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയുമില്ലായിരുന്നുവല്ലോ അല്ലാഹ്. ആ ഇലകൾ വല്ല മൃഗങ്ങളും കഴിച്ചിരുന്നുവെങ്കിൽ ആ ഇലകളെ കൊണ്ട് മൃഗങ്ങൾക്ക് ഉപകാരം കിട്ടിയിരുന്നല്ലോ അല്ലാഹ്. ആ മൃഗത്തിന്റെ പാലുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടിയിരുന്നല്ലോ അല്ലാഹ്. എന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെടാതെ ജീവിതം നയിച്ചിട്ട് ഒരസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഒരു 2 തോട്ടങ്ങൾ ഇസ്ലാമിന് വേണ്ടി സാധുക്കൾക്ക് വഖഫ് ചെയ്ത് മാറ്റിവെച്ചിട്ട് പോലും ജീവിതം നയിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തിനോടടുത്ത സമയത്തും പൊട്ടിക്കരയുകയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വഫാത്ത് അടുത്തപ്പോ ഇമാം മുസനി റളിയല്ലാഹു അൻഹു പോയി കൈഫ അസ്ബഹത യാ ശൈഖി
എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയിൽ പ്രതീക്ഷ അർപ്പിച്ചു, അള്ളാഹുവിന്റെ കോടതിയുള്ള ചോദ്യത്തെ ഓർമ്മിച്ചു. സയ്യിദുനാ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പാതിരാ സമയത്ത് മരണത്തിന്റെ ഓർമ്മയിൽ പൊട്ടിക്കരയുകയാണ്. ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, സാലിഹീകളൊക്കെയും ഒരുപാട് സൽക്കർമ്മം ചെയ്തു. അവർ ചെയ്ത നിസ്കാരം നമ്മളെ നിസ്കാരം പോലെയല്ല, പരിപൂർണമായ ഖുശൂഉള്ള നിസ്കാരമാണ്. നിസ്കാരത്തിൽ ഭൗതിക ചിന്തയൊന്നും കടന്നു വന്നിട്ടില്ല. അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ പരിപൂർണമാണ്. അവർ പൂർണ്ണമായ വിവരത്തോടെ ചെയ്തതാണ്. എല്ലാം ഉണ്ടായിട്ടും അവർ യജമാനനായ റബ്ബിന്റെ അധികാരവും അവരുടെ ദൗർബല്യവും അവരുടെ ഭാവിയും ഓർത്ത് പൊട്ടിക്കരയുകയാണ്. നമ്മളൊക്കെ വലിയ സൽക്കർമ്മികളാണെന്നും വലിയ ആളുകളാണെന്നും നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയി എന്നും മറ്റുള്ളവരൊക്കെ രക്ഷപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നും ചിന്തിക്കുന്ന വിധത്തിൽ നമ്മളൊക്കെ ഒരു രക്ഷപ്പെട്ടവരുടെ രൂപത്തിലായി നമുക്കൊരിക്കലും പാതിരാ സമയത്തിരുന്ന് രണ്ടിട്ട് കണ്ണുനീരൊലിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കണ്ണുനീര് വരുന്നില്ല. ഒരു പാതിരാ സമയത്ത് ആരും കാണാതെ പാതിരക്ക് ഒന്നുകൊടുത്തിട്ട് ഖിബിലക്ക് തിരിഞ്ഞിരുന്ന് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഞാനൊന്ന് നന്നാകേണ്ടതില്ലേ, എനിക്കൊന്ന് നന്നാകേണ്ടതില്ലേ, റജബ് മാസം ബറക്കത്തുള്ള മാസമല്ലേ, ശഅബാൻ ബറക്കത്തുള്ള മാസമല്ലേ, റമളാനിനെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എത്ര ആളുകൾ റജബിൽ വെച്ച് മരണപ്പെട്ടുപോയി, എത്ര ആളുകൾ ദിനേന മരണപ്പെട്ടുപോയി, റമളാന് വരെ എനിക്ക് അവധി ഉണ്ടുപോയില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നതിന് പകരം നമുക്ക് പൊട്ടിക്കിരിക്കുന്നതിനൊരു മടിയും തോന്നുന്നില്ല. എവിടെയും നമ്മുടെ ചിന്തകൾ ഭൗതികമായി പോകുന്നു. അതിന് പകരം ആത്മീയ ചിന്ത ഈ പാവപ്പെട്ട എനിക്കുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു സാലിഹീകളിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജീവിതമെല്ലാം സൽക്കർമ്മങ്ങളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞില്ലേ, പാതിരാ സമയത്ത് ഞാൻ ഇങ്ങനെ പൊട്ടിക്കരയും. മരണത്തിന്റെ വെപ്രാളം ഓർത്തിട്ടാണ് കരയുന്നത്. മലായികത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. ആ കരച്ചിൽ കരയുന്നതിനിടയിൽ ഒരു ദിവസം ഞാൻ എന്റെ റബ്ബിനോട് സ്നേഹത്തോടെ എന്ന് പറഞ്ഞു, റബ്ബേ, മലക്കുൽ മൗത്തിനെ എന്റെ സമീപത്ത് അയക്കരുത്. അദ്ദേഹത്തിന്റെ വരവെങ്ങനെയാണെന്ന് എനിക്കറിയുന്നില്ല. നീ എന്റെ റൂഹിനെ ഡയറക്റ്റ് പിടിക്കണം എന്ന് ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞപ്പോ ഞാനൊന്നങ്ങ് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ എന്റെ സമീപത്തൊരാൾ വന്ന് സലാം പറഞ്ഞു. സലാം മടക്കിയിട്ട് നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ മലക്കുൽ മൗത്താണ്. ചോദിച്ചു ഞാൻ, നിങ്ങളിൽ നിന്ന് പഠിച്ചവനോട് ഞാൻ കാവൽ ചോദിച്ചില്ലേ, നിങ്ങൾ എന്നെ എന്തിനു സമീപിച്ചു? ആ സമയത്ത് മലക്കുൽ മൗത്തിന്റെ മറുപടി, ലിമ സഅൽതഹു ദാലിക, ഓ ശൈഖേ, എന്നെ നിങ്ങളെ സമീപത്ത് അയക്കരുതെന്ന് നിങ്ങൾ റബ്ബിനോട് എന്തിനാണ് പ്രാർത്ഥിച്ചത്? എന്താണ് അയ്യുദം മിന്നീ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തു പോയത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചിലരുടെ റൂഹ് പിടിക്കുമ്പോ ഗൗരവത്തോടെ പിടിക്കുന്നു, ചിലരുടെ ഗൗരവ ഞാൻ വളരെ ലളിതമായി പിടിക്കുന്നു. അത് എന്റെ വകയല്ല. ഇന്നമാന അബ്ദും മഅ്മൂർ, സർവ അധികാരവുമുള്ള റബ്ബ് ഒരാളെ റൂഹ് പിടിക്കുമ്പോൾ എങ്ങനെ പിടിക്കാനാണോ എനിക്ക് നിർദ്ദേശം നൽകുന്നത്, ആ നിർദ്ദേശപ്രകാരം ഗൗരവം കൂട്ടേണ്ടത് കൂട്ടുന്നു, ലളിതമാക്കേണ്ടത് ലളിതമാക്കുന്നു. എന്റെ വകയിലൊന്നും ചെയ്യുന്നില്ലല്ലോ ചെയ്തേ. എന്നെ അണച്ചുകൂട്ടിയിട്ട് മലക്കുൽ മൗത്ത് കരയാൻ തുടങ്ങി. അധികാരമില്ലാത്ത അടിമയല്ലേ ഞാൻ, അധികാരമുള്ള രാജാവല്ലേ അല്ലാഹ്. അവന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന എന്നോട് നിങ്ങളെന്തിനാണ് അകൽച്ച വെക്കുന്നത് ചെയ്തേ എന്ന് ചോദിച്ച് കരയുമ്പോൾ ഞാനും അദ്ദേഹത്തെ അണച്ചുകൂട്ടി പിടിച്ച് ഞാനും കുറെ സമയം പൊട്ടിക്കരഞ്ഞു. മക്കളെ, അധികാരം എനിക്കുമില്ലല്ലോ. അബ്ദുൽ ഖാദിർ എന്നല്ലേ പേര്, തന്നെ കഴിവുള്ള പടച്ചവന്റെ അടിമ എന്നല്ലേ, ഉടമസ്ഥൻ അല്ലാഹു അല്ലേ, ഞാനും ഒരടിമയല്ലേ.
ഓ സുഹൃത്തുക്കളെ, എല്ലാവരും റബ്ബിന്റെ അടിമകളല്ലേ? പ്രസംഗിക്കുന്നവരും റബ്ബിന്റെ അടിമയല്ലേ? നിങ്ങളും റബ്ബിന്റെ അടിമകളല്ലേ? അടിമകൾക്ക് അഹങ്കാരത്തിന് അവകാശമുണ്ടോ? അടിമകൾക്ക് അസൂയക്ക് അവകാശമുണ്ടോ? അടിമകൾക്ക് അധികാരമുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അടിമത്തരം എപ്പോഴും മനസ്സിൽ ഓർമ്മിച്ച് അധികാരസ്ഥനായ റബ്ബിന്റെ കാരുണ്യം ചോദിച്ച് അവനോട് മാപ്പ് പറഞ്ഞ് അവനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുകയല്ലേ നമ്മൾ വേണ്ടത്? അർഹമുർ റഹീമീനായ റബ്ബേ, അതിന് ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളെ സർവ്വ മജ്‌ലിസുകളും ഈ മജ്‌ലിസും ഞങ്ങൾക്ക് നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ എത്രയോ ആളുകൾ വന്നു, ചെറുതും വലുതുമായ ഒരുപാട് സംഭാവനകൾ, നേർച്ചകൾ സിറാജുൽ ഹുദയിലേക്ക് ഏൽപ്പിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് പല സ്ഥലത്തും കാത്തിരുന്ന സംഭാവനകൾ തന്നവരുണ്ട്. വരുന്ന വഴിക്ക് ചേറ്റുവെക്കെടുത്ത് ഞാനൊരു കല്യാണ മണ്ഡപത്തിൽ കയറിയിരുന്നു. അവിടെ പോയി ഇറങ്ങുമ്പോൾ തന്നെ ഒരാൾ, ഇന്നലെ അയാൾ ദുബായിൽ നിന്ന് രാത്രി കയറിയതാണ്, ഇന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതാണ്. അയാൾ 1100 ദിർഹം തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏതോ ഒരു ജോലിക്കയറ്റം കിട്ടാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്. അത് എന്റെ കയ്യിൽ തന്നെ തരണമെന്ന് വിചാരിച്ചിട്ട് അയാൾ യാത്ര കഴിഞ്ഞിട്ട് അവിടെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അവന് വിദേശത്ത് വരികയാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ വരുന്ന വരവിൽ തന്നെ ഒരുപാട് നേർച്ചകളും സദഖകളും ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖൽബിൽ ഉദ്ദേശിച്ചത് നിനക്കറിയാം. അവരുദ്ദേശിച്ചത് കൊടുക്കാൻ നിന്റെ ഖജനാവിലുണ്ട്. ഞങ്ങൾക്കൊന്നിനും കഴിവില്ല. ആര് എന്ത് ഉദ്ദേശം വെച്ച് ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവരുണ്ടോ, നേർച്ച ചെയ്തവരുണ്ടോ, ഞങ്ങളെ സ്ഥാപനങ്ങളെ വിദേശത്തും നാട്ടിലും സഹായിക്കുന്നവരുണ്ടോ, അല്ലാഹുവേ ഇന്ന് തന്നെ ദുആ ചെയ്യണം, ഇന്ന് തന്നെ ഫലം കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പലരും ഇന്നും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഖൽബിലുള്ള ഉദ്ദേശങ്ങൾ നിനക്കറിയാം. അത് നിറവേറ്റി തരണം റഹ്മാനേ. പലരും പല കേസുകളിലുള്ളവരുണ്ട്. ഖൈറായ തീരുമാനം നൽകണം റഹ്മാനേ. റബ്ബേ, നിനക്കറിയാം, വിദേശ രാജ്യത്ത് സൗദിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബിസിനസിന്റെ ലാഭത്തിൽ ഒരു ഷെയർ സിറാജുൽ ഹുദയിലേക്ക് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ഇന്നും 1,00,000 രൂപ എന്നെ ഏൽപ്പിച്ച ഒരാൾ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസം വളരെ വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ പ്രയാസം പൂർണ്ണമായി നീക്കിക്കൊടുത്ത് അവരുടെ ബിസിനസ്സിൽ നേരത്തെ ഉള്ളതിനേക്കാൾ പുരോഗതിയും വിശ്വാസ്യതയും നീ വളർത്തി കൊടുക്കണം റഹ്മാനെ. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ, സഹായികൾ, സഹകാരികൾ, എവിടെ ബിസിനസ് നടത്തുന്നവരുണ്ടോ, ജോലിയെടുക്കുന്നവരുണ്ടോ, നീ അവർക്ക് ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ മജ്‌ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ. അൽ അശ്അരിയ എന്ന പേരിൽ മഹാനായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും ഓർമ്മിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനത്തിന് ഇന്ന് വരെ ആര് സഹായിച്ചോ, ആര് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ആരതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനേ.